എഫേസ്യസുകാരുടെ ലേഖനം 3:20-21 ദൈവത്തിരുവചനം പറയുന്നുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് യേശുക്രിസ്തുവിൽ തലമുറകളോളം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടും ഈ ക്ലാസ്സിൽ നമ്മൾ കേൾക്കും. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ വളരെയധികം കാര്യങ്ങൾ പൗലോസ്ലീഹായിലൂടെ പ്രേക്ഷിത പ്രവർത്തന യാത്രകളിലൂടെ കഷ്ടപ്പാടും ദുരിതവും ക്ലേശവും ഇതെല്ലാം ജാഗരണത്തിലും വിശപ്പിലും പീഡനത്തിലും ജാഗരണത്തിലും അപമാനത്തിലും സ്വന്തക്കാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അങ്ങനെ എല്ലാ പീഡനങ്ങളും എല്ലാം സഹിച്ച് യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ശക്തിപ്പെടുത്തിയത് പൗലോസ്ലീഹായിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ദൈവത്തിന് ചെയ്തു തരാൻ പറ്റും എന്ന് ദൈവവചനം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കർത്താവ് തൻ്റെ ആത്മാവിലൂടെ നമ്മെ ശക്തിപ്പെടുത്തും. അച്ഛൻ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത് കോട്ടയം സെമിനാരിയിലെ 7 വർഷമായിട്ട് അവിടെ പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിപ്പിക്കുന്ന അച്ഛനാണ്. നമുക്കറിയാം, ഓരോ പ്രാവശ്യവും അച്ഛന്മാർ കോട്ടയം സെമിനാരിയിൽ നിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് വളരെ ത്യാഗം സഹിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി ത്യാഗം സഹിച്ചാണ് നിങ്ങളും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് നാളെ ഇവിടെ ക്ലാസ് ഉള്ളതാണ്. അതുപോലെ നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ചകളാണ് അച്ഛന്മാർക്ക് ക്ലാസ് ഇല്ലെങ്കിലും ക്ലാസ് ഒരുങ്ങാനും പഠിക്കാനും പിന്നെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ എല്ലാ മാസവും കൃത്യമായിട്ടും ഈ അച്ഛന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വില കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയങ്ങളിലും നല്ല ട്രെയിനിങ്ങുകൾ ആത്മായ സഹോദരങ്ങൾക്ക് നൽകാൻ, സിസ്റ്റേഴ്സിന് നൽകാൻ, പഠിച്ച കാര്യങ്ങൾ മുഴുവനും ദൈവശാസ്ത്രം കുത്തിയിരുന്ന് പഠിച്ചത് തന്നെയാണ്. ബൈബിൾ പഠിച്ചതാണ്. ബൈബിൾ പഠിക്കുന്ന എളുപ്പമൊന്നുമല്ല, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഹീബ്രുവും അതുപോലെ ഗ്രീക്കും ലത്തീനും ഇതെല്ലാം ശരിക്ക് പഠിച്ച് സുറിയാനിയെല്ലാം പഠിച്ചു വേണം, ഈ ഭാഷയെല്ലാം പഠിച്ചിട്ട് വേണം ബൈബിള് പഠിക്കാൻ. അപ്പോൾ അതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് അത് നമുക്ക് വേണ്ടി നൽകാൻ വേണ്ടി എത്രയോ താല്പര്യമെടുത്താൽ ഈ അച്ഛന്മാർ വരുന്നതെന്നറിയാമോ? എത്രയോ താല്പര്യമെടുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചേട്ടന്മാർ, ചേച്ചിമാർ, സിസ്റ്റേഴ്സ് ഈ താല്പര്യം അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ പഠിച്ച കഷ്ടപ്പാട് വേറെ, അത് കഴിഞ്ഞത് പങ്കുവയ്ക്കാനും ഇപ്പോൾ ഉത്തരവാദിത്വം ഉണ്ട്. വേണമെങ്കിൽ അവിടെ ഇരിക്കാൻ സെമിനാരിയിൽ. എങ്കിലും ആ തീക്ഷ്ണത കൊണ്ട് പൗലോസ്ലീഹായെ പോലെ സുവിശേഷവുമായി വരുമ്പോൾ നമ്മുടെ ഇവിടെ പാലക്കാട് വന്ന് പ്രവർത്തിക്കാനായിട്ടും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ തീക്ഷ്ണമതികളായിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇനിയും വളരെ കാര്യങ്ങൾ നമുക്കൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഈ കോഴ്സ് പങ്കെടുക്കുന്ന എല്ലാവരും ജീവിതത്തിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യവും അതുപോലെ ദൈവശക്തിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ അച്ഛൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വന്നത്. ഞാൻ ശരിക്ക് വടവ സെമിനാരിയിൽ പോയി 1 വർഷത്തെ അല്ല 2 വർഷത്തേക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന അച്ഛന്മാരെ പോയി വിളിക്കാൻ വേണ്ടി ചെല്ലാമെന്ന് പറഞ്ഞു. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായി. അങ്ങനെയെല്ലാം വരുമ്പോഴും കുറ്റിയാനി അച്ഛൻ കൃത്യമായിട്ട് നമുക്കിവിടെ ക്ലാസ്സിന് വേണ്ടുന്ന അച്ഛനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാനത് കഴിഞ്ഞ് തോമസ് അച്ഛനെ വിളിക്കുമ്പോൾ, വടക്കേൻ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി വരാമെന്ന് പറയുകയും അച്ഛൻ ട്രെയിനെല്ലാം കയറി കൃത്യസമയത്ത്, കൃത്യമല്ല നേരത്തെ തന്നെ എത്തി, നേരത്തെ വന്ന് നമ്മളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ 6 മണിക്ക് തുടങ്ങേണ്ടതാണ്. അച്ഛൻ 5:30 ആയപ്പോൾ തന്നെ എടുത്ത് ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വരണ എന്ന് പറഞ്ഞ് അച്ഛനെ തടഞ്ഞു നിർത്തി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തീക്ഷ്ണതയോടുകൂടി പൗലോസ്ലീഹായുടെ തീക്ഷ്ണതയോടുകൂടി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇനി 3 ദിവസം ഇവിടെ നമ്മോടൊപ്പമായി ഇരുന്നുകൊണ്ട് ക്ലാസ്സുകളൊക്കെ നൽകുന്ന അച്ഛന് പാലരൂപതാംഗമാണ് അച്ഛൻ. അതുപോലെ തന്നെ വടവ സെമിനാരിയിലും അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ തീക്ഷ്ണതയുള്ള നല്ല ബൈബിളിൽ കിട്ടിയ അനുഭവവും അറിവും എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ഈ ചെറിയ സ്ഥലത്ത്
ചെറിയ സ്ഥലത്തുനിന്ന് തന്നെ പറയാം. ഈ ചെറിയ സ്ഥലത്ത് വന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ക്ലാസ് എടുക്കാൻ വന്ന അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ ഡൊമിനിക്കച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ്, വലിയ സന്തോഷത്തോടും അതിലേറെ ഇഷ്ടത്തോടും കൂടെയാണ് ഞാൻ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്നത്. തമ്പുരാൻ പ്രത്യേകമായി നിയോഗിച്ച് അയച്ചു എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളോട് വചനത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ. ഒപ്പം പൗലോസ്ലീഹായുടെ ദൈവശാസ്ത്ര ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പങ്കുവെച്ചു തരുന്ന ദൈവ അനുഭവങ്ങൾ, അത് പങ്കുവെച്ചു തരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദൈവം അയച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ എനിക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ള ഒരു ആശംസ, അത് മറ്റൊന്നുമല്ല, നൽകാനുള്ള ആശംസ പൗലോസ്ലീഹ നൽകുന്ന ഒരാശംസയാണ്. പൗലോസ്ലീഹ തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കത്തെഴുതുമ്പോൾ ആ കത്തിൻ്റെ ആരംഭത്തിൽ നൽകുന്ന ഒരു ആശംസയുണ്ട്. അത് കൃപയും സമാധാനവും എന്നാണ്. കൃപയും സമാധാനവും, ഗ്രേസ് ആൻഡ് പീസ്. എല്ലാ കത്തിൻ്റെയും ആരംഭത്തിൽ പൗലോസ്ലീഹ നൽകുന്ന ഒരാശംസയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിന്റെ ആരംഭത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നമുക്കൊരു വചനഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു വചനഭാഗമുണ്ട്. അത് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയിരിക്കുന്ന 1-ാമത്തെ ലേഖനത്തിന്റെ 13-ാമത്തെ അധ്യായമാണ്. എല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടെ വായിക്കുന്ന ഒരു വചനഭാഗമാണ്. 1 കൊറിന്തോസ് 13-ാമത്തെ അധ്യായം. നമുക്കതൊന്ന് വായിക്കാം. ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും എടുക്കാം. വിശുദ്ധ ഗ്രന്ഥമുള്ളവര് എല്ലാവരും അതെടുക്കുക. നമുക്കൊന്ന് ചേർന്ന് വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 13-ാമത്തെ അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ട. സ്നേഹം നിറഞ്ഞവരെ, പൗലോസ്ലീഹായുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവതരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ
സ്നേഹത്തെക്കുറിച്ച് ഇത്രയും സുന്ദരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മറ്റ് വചനഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ഞാൻ ആശംസിച്ചതുപോലെ എല്ലാവർക്കും ഈശോമിശിഹായുടെ കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഒപ്പം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയ സ്നേഹമാകട്ടെ. കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത നിറഞ്ഞ സ്നേഹത്തോടുകൂടെ നമുക്ക് ഈ 3 ദിവസം യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് ഈ യാത്രയുടെ ആരംഭത്തിൽ സ്നേഹത്തിൻ്റെ ഈ വചനം വായിച്ചത്. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം നൽകിക്കൊള്ളാം കൊറിന്തോസ് ലേഖനം പഠിപ്പിക്കുന്ന അവസരത്തിൽ. ഇന്ന് ആദ്യം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പൗലോസ് സ്ലിഹായെ കുറിച്ചാണ്. ഏറെ നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ, നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്നതും ധ്യാന പ്രസംഗങ്ങളിൽ കേൾക്കുന്നതും ഇടവകയിലെ വികാരിച്ചൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് കേൾക്കുന്നതും നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതും ധ്യാനിച്ചിരിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൗലോസ് ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്ന്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല, എന്താണ് നിങ്ങൾക്ക് പൗലോസ് സ്ലിഹായെക്കുറിച്ച് അറിയാവുന്നത്? എന്താണ് നിങ്ങൾ പൗലോസ് സ്ലിഹായെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക. പിന്നീട് നമ്മൾ ക്രമീകൃതമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയും. ഞാൻ നിങ്ങൾക്ക് ഈ സ്ലൈഡിലൂടെ സാധിക്കുന്ന അത്രയും കാര്യങ്ങൾ മനസ്സിലാവത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ച് കാണിക്കുകയും ചെയ്യാം. എന്തൊക്കെ അറിയാവുന്നത്? പൗലോസ് സ്ലിഹായെക്കുറിച്ച് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്, വായിച്ചിട്ടുമുണ്ട്, അറിയാം. എന്താ അറിയാവുന്നേ? വിജാതിയരുടെ അപ്പസ്തോലന. എല്ലാവരും പറയും വിജാതിയരുടെ അപ്പസ്തോലന. ശരി ഉത്തരവാ. പിന്നെന്താ? എന്തോ? ഗമാലിയേലിന്റെ ശിഷ്യന. ശരിക്കും യഹൂദനായിരുന്ന ഗമാലിയേൽ എന്ന് പറയുന്ന ജെറുസലേമിലെ വലിയൊരു റബ്ബിയുടെ ശിഷ്യനാണ്. ശരിയാണ്. പിന്നെ എന്തോ? താർസൂസിൽ ജനിച്ച ഒരാളാണ്. ശരിയാ. പിന്നെ പറഞ്ഞോ അറിയാവുന്നതൊക്കെ പറഞ്ഞോ. അപ്പസ്തോലൻ. അതെ, അപ്പസ്തോലനാണ് എന്ന് സ്വയം പറഞ്ഞ ആളും കൂടിയാണ്, അഭിമാനത്തോടെ പറഞ്ഞ ആളാ. തീർച്ചയായിട്ടും. എന്തോ? അതെ, വളരെ ശക്തമായിട്ട് പോയിരുന്ന ഒരു യഹൂദനായിരുന്നു. ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആൾ പൗലോസ് സ്ലിഹായാണ്. പിന്നെ എന്തോ? അറിയാവുന്നതൊക്കെ പറഞ്ഞു. സഭയെ പീഡിപ്പിച്ച ആളാണ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ജോലി ചെയ്തയാളാണ്. തീർച്ചയായിട്ടും ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്. പീഡനങ്ങൾ ഏറെ ഏറ്റിട്ടുണ്ട്. ശരിയാ. പിന്നെ ഈ സഭയെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. സഭ ഓരോ സ്ഥലത്തും പോയി സ്ഥാപിച്ച ശേഷം തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അവർക്ക് കത്തുകൾ അയച്ചു, ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ സന്ദർശിച്ചു. ചിലർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ സഹായം കൊണ്ടുപോയി കൊടുത്തു. ക്രിസ്തു രൂപപ്പെടുന്നവരെ ഈറ്റുനോവ് അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് പുതിയ നിയമത്തിലെ പുസ്തകം എഴുതിയത് പൗലോസ് സ്ലിഹായാണ്. ഏറ്റവും ആദ്യം നമ്മൾ പണ്ട് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്ന മർക്കോസ് സുവിശേഷകനാണ് എഴുതിയെന്ന. ഞാനതിന് മുന്നേ മത്തായി സുവിശേഷകനെ ആദ്യം എഴുതി, അതുകൊണ്ട് ആദ്യം വെച്ചിരിക്കുന്നതെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അവരെക്കാട്ടിലൊക്കെ മുന്നേ പൗലോസ് സ്ലിഹ എഴുതിയത് എന്ന്. എന്തോ? നെടുന്തൂണുകളായിട്ട് അറിയപ്പെടുന്നത് പത്രോസും പൗലോസുമാണ്. സഭയുടെ നെടുന്തൂണായിട്ട് അറിയപ്പെടുന്നത്. ശരിയാണ്. പിന്നെ ക്രിസ്തുവിനെ നേരിട്ട് കാണാതെ പ്രത്യേകമായിട്ട് അയക്കപ്പെട്ട അപ്പസ്തോലനായിട്ട് പറയുകയാണ്. നേരിട്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. എന്തോ? റോമിൽ വെച്ചിട്ടാണ് ശിരസ് ഛേദിക്കപ്പെട്ട് മരണപ്പെട്ടത്. പിന്നെ ഇവിടെ ഇരിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ, പൗലോസ് സ്ലിഹായെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പൗലോസ് സ്ലിഹ വലിയ ജ്ഞാനത്തോടു കൂടിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലതും നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ശരിയല്ലേ? പൗലോസ് സ്ലിഹ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊട്ടങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത്. ഏറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സ്തെഫാനോസിന്റെ മരണസമയത്ത്
അവിടെ ഉണ്ടായിരുന്നു. ഒരു സാവൂൾ എന്ന പേരുള്ള ഒരു യുവാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ വന്നവർ അവരുടെ മേൽവസ്ത്രങ്ങൾ ഊരി വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ എക്സ്ട്രാ ഓർഡിനറി തീഷ്ണതയായിരുന്നു. അതെ 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 അതെ. അതെ, നമുക്ക് നമ്മുടെ ഈ ക്രിസ്തു മതത്തിന് അല്ലെങ്കിൽ ഈ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് ശരിക്കുള്ള ഒരു അടിത്തറ ഇട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരുണ്ട്. തീർച്ചയായിട്ടും പൗലോസ്ലീഹ ശക്തമായിട്ട് അടിത്തറ ഇടാനായിട്ട് കൂട്ടുനിന്ന ഒരാളാണ്, അല്ലെങ്കിൽ ശക്തമായിട്ട് അടിത്തറ ഇട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസിന്റെ സഭയെന്ന് ചിലരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ആ ഓരോ സഭയിലും വിശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവയ്ക്കെല്ലാം പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് ധാരാളം. നമ്മൾ പല പരിഹാരങ്ങളും പറയും, നമ്മുടെ ക്ലാസ്സിൽ പറയും, ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയും, പ്രശ്നത്തിനുള്ള പരിഹാരത്തെക്കുറിച്ചും പറയും. തീർച്ചയായിട്ടും പൗലോസ്ലീഹ ആദ്യം വിരുദ്ധനായിരുന്നു, എതിർചേരിയപ്പെട്ടയാളായിരുന്നു. എന്നാൽ പിന്നീട് വിളി കിട്ടിക്കഴിഞ്ഞപ്പം, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞപ്പം, മിശിഹായെ അനുഭവിച്ചറിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നു. പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ലാത്ത വിധത്തിൽ കർത്താവിന് വേണ്ടിയിട്ട് നിലകൊണ്ടയാളായിരുന്നു. വേറെ എന്തെങ്കിലും? ആ സാവൂൾ എന്നൊരു പേരുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും കൊള്ളാം, നിങ്ങൾ തരക്കേടില്ലാത്ത വിധത്തിൽ പൗലോസ്ലീഹയെ കുറിച്ച് നല്ലതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പേടിച്ചു പോയി. ചിലപ്പോൾ നിങ്ങൾ പറയും സ്ത്രീവിരുദ്ധന, സ്ത്രീകളോട് സഭയിൽ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാൻ 2-3 ദിവസം ഉണ്ടല്ലോ എന്നാ കരുതി വെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. എന്തോ? കണിശക്കാരനായിരുന്നു. അത് പിന്നെ ക്ലാസ്സിൽ ടീച്ചർമാരങ്ങനെയല്ലേ, പിള്ളേരോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ചുമ്മാ ചലച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടീച്ചർ പറയത്തില്ല മിണ്ടാതിരിക്കണമെന്ന്. അത്രയൊക്കെ ഉള്ളന്നേ. നമുക്ക് പൗലോസ്ലീഹയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഒന്നാമത്, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവോ എല്ലാവർക്കും? ഒന്നാമത് ഞാനതിൽ എഴുതിയിരിക്കുന്നത് പോൾ ദി അപ്പോസ്റ്റൽ ഓഫ് ദി ജെന്റൈൽസ് എന്നാണ്. വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ്ലീഹ വിജാതീയരുടെ അപ്പസ്തോലനാണ്. എല്ലാവരും എപ്പോഴും പറയും ഇല്ലേ, പൗലോസ്ലീഹ വിജാതീയരുടെ അപ്പസ്തോലൻ. ആരോട് ചോദിച്ചാലും എപ്പോഴും എല്ലാവരും പറയും വിജാതീയരുടെ അപ്പസ്തോലനാണ് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്? പോൾ ഈസ് ആൻ അപ്പോസ്റ്റൽ ഓഫ് ദി ജെന്റൈൽസ് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചുമ്മാ ഒരു രസം, ഇരിക്കട്ടെ ഒരു പേര്, അങ്ങനെയാണോ? വിജാതിരുടെ ഇടയിൽ കൂടുതൽ വിജാതീനായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അദ്ദേഹം യഹൂദനായിരുന്നു. യഹൂദനായിരുന്നു. പക്ഷെ പ്രവർത്തിച്ചത് ആരുടെ ഇടയിലാണ്? വിജാതിയുടെ ഇടയിലാണ്. എന്നാൽ യഹൂദരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലത്തും പോകുമ്പോൾ ആദ്യം സിനഗോഗ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സിനഗോഗിൽ ആരോ ഉള്ളത്? യഹൂദരാ ഉള്ളത്. യഹൂദരുടെ ഇടയിലും പോയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിജാതീയ ദേശങ്ങളിൽ പോയി എന്നുള്ളതാണ്. യഹൂദരുടെ ദേശം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഇസ്രായേൽ പ്രദേശമാണ്. വിജാതീയർ താമസിക്കുന്നത് ഈ ഇസ്രായേലിന് അപ്പുറത്തുള്ള ദേശങ്ങളല്ല. ഞാൻ പിന്നീട് മാപ്പിൽ കാണിച്ചു തരാം ഏതൊക്കെയാ ദേശങ്ങളെന്ന്. അങ്ങനെ വിജാതീയ നാടുകളിലേക്ക് വചനം പറയാൻ പോയി എന്നുള്ളത് കൊണ്ട്, വിജാതീയരോട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടും, വിജാതീയർക്ക് കത്തുകൾ അയച്ചു എന്നുള്ളത് കൊണ്ടും, അതായത് യഹൂദരല്ലാത്ത ബാക്കി ഒരുപാട് ആൾക്കാരോട് വചനം പറഞ്ഞു ആ ദേശങ്ങളിൽ പോയി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. അതാണ് അതിന് കാരണം. പോയ നാടുകളുണ്ട്, വിജാതീയ നാടുകള്, യഹൂദരല്ലാത്ത ആൾക്കാരോട് വചനം പറഞ്ഞു. നമുക്കൊരു വചനഭാഗം നോക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 47-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 13:47. അവിടെ എന്താണ് പൗലോസ്ലീഹായെ കുറിച്ച് പറയുന്നത്? പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. എന്താണ്? വിജാതീയർക്ക് ഒരു ദീപമായി നിന്നെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. വിജാതീയർക്ക് ഒരു ദീപമായി. കണ്ടോ, ആരെ നിയമിച്ചിരിക്കുന്നത്?
എന്തുകൊണ്ടാണ് പൗലോസ്ലീഹായെ വിജാതിയരുടെ അപ്പസ്തലൻ എന്ന് പറയുന്നത്? ഹി ഹാസ് ബീൻ സെറ്റ് ആസ് എ ലൈറ്റ് ഫോർ ദ ജെന്റൈൽസ്. വിജാതിയർക്ക് പ്രകാശമായിട്ട് പൗലോസിനെ നിയമിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അതിന്റെ കാരണം. അല്ലാതെ ചുമ്മാ പറഞ്ഞതല്ല, കാരണമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, വിജാതിയരോട് പ്രസംഗിച്ചു, വിജാതീയ ദേശങ്ങളിൽ പോയി, അതൊക്കെ ശരിയാ. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ കൃത്യ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഹി ഹാസ് ബീൻ സെറ്റ് ആസ് ദ ലൈറ്റ് ഫോർ ദ ജെന്റൈൽസ്. വിജാതിയർക്ക് ദീപമായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതാണ് പ്രധാന കാരണം. അപ്പൊ ഇനി ആരെങ്കിലും അല്ല പിന്നെ എന്തിനായി ഈ പൗലോസിനെ വിജാതിയരുടെ അപ്പസ്തലൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടി കൂടാതെ പറഞ്ഞേക്കണം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവരും ധൈര്യത്തോടെ പറഞ്ഞേക്കണം. അപ്പസ്തല പ്രവർത്തനം 13:47 എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പറയണം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞേക്കണം. വ്യക്തമാണല്ലോ? ഇനി രണ്ടാമത് നമുക്ക് പൗലോസ്ലീഹായെ കുറിച്ച് പറയാനുള്ളത്, പൗലോസിനെ കുറിച്ച് പറയും ദൈവവചനത്തിന്റെ മനുഷ്യനാണ്. പൗലോസിനെ കുറിച്ച് പറയുകയാണ്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണും, എ മാൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന്റെ മനുഷ്യനാണ്. ദൈവവചനത്തിന്റെ മനുഷ്യനാണ്. പൗലോസ്ലീഹയെ കുറിച്ച് പറയും ദൈവവചനത്തിന്റെ മനുഷ്യനാണ്. എന്നാന്നേ അങ്ങനെ പറയുന്നേ? പൗലോസ്ലീഹ ദൈവവചനത്തിന്റെ മനുഷ്യനാ. ചുമ്മാ ഒരു ദിവസം തോന്നി ഒരാൾക്ക് അങ്ങനെ പറഞ്ഞേക്കാം. ചുമ്മാ പറഞ്ഞതാണോ? ആണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? ദൈവവചനത്തിന്റെ മനുഷ്യനാ. എന്തുകൊണ്ടാ? ഒന്നാമത് ദൈവവചനം പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പ്രൊക്ലമേഷൻ, പ്രസംഗം, പ്രഘോഷണം. എന്നതാ പ്രഘോഷിച്ചത്? ചുമ്മാ ചന്തയിൽ പോയ കഥ പറയുമായിരുന്നോ? അല്ല, ദൈവവചനം പ്രഘോഷിച്ചു എന്നുള്ളതാണ്. യാതൊരു വിട്ടുവീഴ്ചയില്ല ദൈവവചനത്തിന്റെ കാര്യത്തിൽ. നോ കോംപ്രമൈസ് ഇല്ലെന്ന്. ഉള്ളതുപോലെ കൃത്യമായിട്ട് പറയുന്ന ഒരു പൗലോസ്. അതാണ് പ്രഭാഷണത്തിൽ ദൈവവചനം. 2, ദൈവവചനം എഴുതി. അതാണ് ഈ ചിത്രത്തിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അദ്ദേഹം നോക്കിക്കേ, എഴുതിക്കൊണ്ടിരിക്കുക. എത്ര എഴുത്താ എഴുതിയത്! എൻ്റെ ദൈവമേ, നമുക്കിവിടെ ഒരു എഴുത്തെഴുതാൻ തന്നെ പ്രയാസം. അന്നേരം 13 സുന്ദര ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാലോ? ഓർത്തു നോക്കണം, ഗ്രീക്ക് ഭാഷയിൽ. അതും വെറുതെ ഗ്രീക്കിലാണോ? ഒന്നാന്തരം ക്ലാസിക്കൽ ഗ്രീക്കിലാണ് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്. സുന്ദരമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് വായിക്കും തോറും നമുക്ക് അത്ഭുതം തോന്നും. ഈ മനുഷ്യനോട് ഒരുപാട് ഇഷ്ടവും തോന്നും. ഞാൻ 2009 തുടങ്ങി പൗലോസ്ലീഹായെ കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിച്ചതാണ്. ഇപ്പോഴും ഞാൻ ഒരു സ്റ്റുഡൻറ് തന്നെയാണ് പൗലോസ്ലീഹായുടെ. വായിച്ചിട്ടും തീരുന്നില്ല. 2009 തുടങ്ങി ഇതേ 2023 ഏകദേശം 14 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേലും ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിക്കും തോറും തിരിച്ചറിയുക ഒന്നും ആയിട്ടില്ലെന്ന്. ഇപ്പോഴും അതുകൊണ്ട് എല്ലാ ദിവസവും സാധിക്കുന്നത് പോലെ വായിക്കും, പഠിക്കും, മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. വായിക്കും തോറും ഒരുപാട് ആഴം ഈ വചനങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ദൈവവചനത്തെ അത്ര സുന്ദരമായിട്ട് എഴുതി പ്രഘോഷിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ദൈവവചനത്തിന്റെ മനുഷ്യനെന്ന് പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13:46, അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 46-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 13:46. എന്താ നമ്മൾ അവിടെ വായിക്കുന്നത്? ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക. ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുക. എന്നതാ പറഞ്ഞത്? ദൈവവചനം. അതുകൊണ്ട് എന്ത് വിളിച്ചു അദ്ദേഹത്തെ? ദൈവവചനത്തിന്റെ മനുഷ്യൻ. കണ്ടോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും തെളിവുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവവചനത്തിന്റെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എവിടെ കിടപ്പുണ്ട്? അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വചനത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റുണ്ടോ? ഇല്ലെന്ന്, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് പൗലോസ്ലീഹായെ ദൈവവചനത്തിന്റെ മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി പൗലോസ്ലീഹായെ കുറിച്ച് നമ്മൾ പറയുന്നത് റോമാലേഖനത്തിന്റെ 1:1 വെളിച്ചത്തിലാണ്. റോമാലേഖനത്തിന്റെ 1:1 വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞ പൗലോസ്ലീഹായെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ വായിക്കും റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം.
യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനും. 3 കാര്യങ്ങൾ ഓർത്തോണേ. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പൗലോസ്ലീഹ റോമാക്കാർക്ക് കത്തെഴുതുക. കത്തെഴുതുമ്പോൾ തന്നെക്കുറിച്ച് തന്നെ പറയുക. ചിലർ പറയും പൊക്കി പറഞ്ഞു, പുള്ളിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. ഒന്നുമല്ല, ഉള്ളതുള്ള പോലെ അങ്ങ് പറഞ്ഞതാ. അത് പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. ഒന്നാമത് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഒരാൾ പറയുകയാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആരാണപ്പം? എൻ്റെ മാസ്റ്ററാണ്. ഒരാൾ ദാസന എന്ന് പറയുമ്പം, ഒരാളുടെ ദാസന എന്ന് പറയുമ്പോൾ മറ്റേ ആളാരാണ്? ആ മാസ്റ്ററാ. തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. പൗലോസ് പറയുകയാണ് ഞാൻ ദാസനാണ് എന്ന് പറയുമ്പം, മറ്റേത് സെർവൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ജീസസ് ആരായിരിക്കും? മാസ്റ്റർ ആയിരിക്കും. യാതൊരു സംശയവുമില്ല, സെർവൻറ്റും മാസ്റ്ററുമാണ്. അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഇനി രണ്ടാമത്തേതിലാണ് അടുത്ത പ്രശ്നം. പൗലോസ്ലീഹ പറയുകയാണ് ഞാൻ അപ്പസ്തോലനാണ്. വലിയ പ്രശ്നമാണ്, ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പൗലോസ്ലീഹ പറഞ്ഞു ഞാൻ അപ്പസ്തോലനാണ്. പൗലോസ്ലീഹയ്ക്ക് അങ്ങനെ ചുമ്മാ പറയാൻ പറ്റുമോ അപ്പസ്തോലനാണ്? അപ്പസ്തോലന്മാർ എത്ര പേരാ ഉള്ളത്? 12 പേര്. അവരെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുമുണ്ട്. 12 പേരെ തിരഞ്ഞെടുത്തു, അവരെ അയച്ചു, അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേര് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈശോയെ കണ്ടിട്ട് പോലുമില്ലാത്ത പൗലോസ് ചുമ്മാ പോയി പറയുക ഞാൻ അപ്പസ്തോലനാണ്. അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കും? ഒരുപാട് പേര് പൗലോസ്ലീഹായോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ല പൗലോ, നീ എന്നാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നേ? നിന്നെ കർത്താവ് അയച്ചിട്ടില്ലല്ലോ, നീ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, മിശിഹായെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ നീ എന്നാ കത്തെഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഞാൻ അപ്പസ്തോലനാന്ന് ചുമ്മാ പറയുന്നത്? വലിയ പ്രശ്നമായി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അതിന് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. നമ്മുടെ പൗലോയല്ലേ പറഞ്ഞും പോയി, അതിനുത്തരം നമുക്ക് കണ്ടെത്തണം. അത് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അപ്പസ്തോലനാണല്ലോ പറഞ്ഞു വെച്ചത് ഇല്ലേ? അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാ ഇല്ലേ? അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനാ. 12 ശിഷ്യന്മാരെ ഈശോ അയച്ചു, അതുകൊണ്ട് അവരുടെ അപ്പസ്തോലൻ എന്ന് വിളിച്ചു, അവരെ അയച്ചു. പക്ഷെ നമ്മുടെ പ്രശ്നം ഏതാ? ജീവിച്ച കാലത്ത് ഈശോയെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ പറയും അയക്കപ്പെട്ടവനാണ്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. പൗലോസ്ലീഹ അപ്പസ്തോലനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ആര് ആരോട് പറഞ്ഞു? ആര് ആരോട് എപ്പോൾ പറഞ്ഞു? പൗലോസ് താഴെ വീണപ്പോൾ പൗലോസിനോട് ഈശോ പറഞ്ഞു, മിശിഹ പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞു, എഴുന്നേൽക്കുക, നഗരത്തിലേക്ക് പോവുക, നഗരത്തിലേക്ക് പോവുക, നഗരത്തിലേക്ക് പോവുക. പൗലോസിനെ ആരാ നഗരത്തിലോട്ട് അയച്ചത്? ഈശോയാ. അങ്ങനെയെങ്കിൽ പൗലോസ് അയക്കപ്പെട്ടവനാണോ? അതെ, പൗലോസ് അയക്കപ്പെട്ടവനാ. അതുകൊണ്ട് ആരെങ്കിലും വന്ന് നമ്മളോട് പറയാ, അല്ല ചേട്ടാ ചുമ്മാ അങ്ങനെയൊക്കെ പറയില്ലേ, പൗലോസ് ഈശോയെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാ പുള്ളി അപ്പസ്തോലനാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടനോട് അവിടെ നിൽക്കാൻ പറയണം. എന്നിട്ട് പറയണം, ചേട്ടാ വചനം എടുക്കാൻ പറയണം. ഏത് വചനം എടുക്കും? അപ്പസ്തോല പ്രവർത്തനം എടുപ്പിക്കണം, 9-ാമത്തെ അധ്യായം എടുപ്പിക്കണം, 6-ാമത്തെ വചനം എടുപ്പിക്കണം. എന്നിട്ട് ആ ചേട്ടനോട് ചോദിക്കണം, അല്ല ചേട്ടാ അപ്പസ്തോലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? അപ്പൊ ചേട്ടൻ പറയും അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ എന്നാണല്ലോ, സംശയമില്ലല്ലോ. ഒരാളെ അയച്ച അപ്പസ്തോലൻ എന്ന് വിളിക്കാവോ? വിളിക്കാം. എന്നിട്ട് ഈ വചനം ഒന്ന് വായിപ്പിക്കണം. എന്നിട്ട് പറയണം, ഇത് ആരെ എപ്പോ അയച്ചു? ഉടനെ പറയും, ഈശോ സാവൂളിനെ അയച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹായ്ക്ക് തീർച്ചയായിട്ടും തന്നെ എന്തെന്ന് വിളിക്കാൻ പറ്റും? അപ്പസ്തോലൻ എന്ന് വിളിക്കാൻ പറ്റും. വ്യത്യാസം ഒന്നേ ഉള്ളൂ.
മറ്റ് 12 പേരെ ചരിത്രത്തിൽ ജീവിച്ച ഈശോ അയച്ചപ്പോൾ പൗലോസിനെ അയച്ചത് ഉദ്ധിതനായ ഈശോയാണ്. അതാണ് വ്യത്യാസം. മറ്റ് 12 പേരെയും ചരിത്രത്തിൽ ജീവിച്ച ഹിസ്റ്റോറിക്കൽ ജീസസ് അയച്ചപ്പം പൗലോസിനെ അയച്ചത് ഉദ്ധിതനായ ഈശോയാണ്. അതാണ് പറയുന്നത് 9:6 ഉദ്ധിതനായ ഈശോയാണ് പൗലോസിന് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? ദമാസ്കസിലേക്കുള്ള വഴിയിൽ ഈ സാവൂളിന് പ്രത്യക്ഷപ്പെടുന്നത് ഉദ്ധിതനായ ഈശോയാണ്. ഉദ്ധിതനായ ഈശോയാണ് അദ്ദേഹത്തെ അയക്കുന്നതും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, സാവൂള് അയക്കപ്പെട്ടത് ഉദ്ധിതനായ ഈശോയാലാണ്. അവൻ അയക്കപ്പെട്ടതിനാൽ അദ്ദേഹത്തെ നമുക്ക് അപ്പസ്തോലൻ എന്ന് വിളിക്കാം. കാരണം അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ, 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ അവിടെ നമ്മൾ അനനിയാസുമായിട്ടുള്ള സംഭാഷണ മധ്യേ കാണുന്ന ഒരു വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. എന്ത് വായിക്കും നമ്മൾ അവിടെ? പൗലോസിനെ കുറിച്ച് പറയുക അനനിയാസിനോട്, അവൻ ആരാണ് എന്ന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. വചനത്തിൽ വായിക്കും, ഐ ഹാവ് ചോസൻ, പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? അപ്പസ്തോലൻ എന്ന് വിളിക്കാൻ പറ്റും. ഓർക്കണേ, പൗലോസ്ലീഹ പോയ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ അപ്പസ്തോലിക അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കും. പിന്നീട് നമ്മൾ കാണും, പല സ്ഥലങ്ങളിൽ പോയപ്പം, സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പം പലരും ചോദിച്ചു, അല്ല സാറേ, ഇയാളെ ആരാ അപ്പസ്തോലൻ എന്ന് പറയുന്നത്? എങ്ങനെയാ ഇദ്ദേഹത്തിന് അപ്പസ്തോലിക സ്ഥാനം കിട്ടിയത്? പൗലോസിൽ പെടാപ്പാട് വിടുന്നുണ്ട്. എന്തേരെ പറഞ്ഞിട്ട് അവരിന്ന് മനസ്സിലാക്കിയതെന്നറിയാവോ? അവർ സ്വീകരിക്കാൻ തയ്യാറുമല്ലായിരുന്നു. നമ്മൾ പിന്നീട് പല ലേഖനങ്ങളിൽ കാണും, പ്രത്യേകിച്ച് ഗലാത്യ ലേഖനത്തിലൊക്കെ ഉണ്ട് പൗലോസിന്റെ അപ്പസ്തോലിക അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് അത് പിന്നീട് സംസാരിക്കും. എങ്കിലും മനസ്സിലാക്കുക, പൗലോസിന്റെ അപ്പസ്തോലിക അധികാരത്തെ ധാരാളം പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം എല്ലായിടത്തും പോകുമ്പോൾ ധൈര്യത്തോടെ പറയും, ഞാൻ ആരാന്നാ? അപ്പസ്തോലനാണ്. സംശയം ഉണ്ടെങ്കിൽ പിന്നെ നോക്കിക്കോ, 1 കോറിന്തോസിലെ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. കോറിന്തോസുകാർക്ക് എഴുതുന്ന 1-ാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 1 കോറിന്തോസിന്റെ 1:1 മടികൂടാതെ പറയുന്നുണ്ട്. എന്തെന്നാ പറയുന്നത്? 1 കോറിന്തോസിന്റെ 1:1 അപ്പസ്തോലനാണ്. 2 കോറിന്തോസിന്റെ 1:1 അവിടെയും ഉണ്ട്. 2 കോറിന്തോസിന്റെ 1:1 2 കോറിന്തോസിന്റെ 1:1 യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസും. ഗലാത്യ ലേഖനം 1:2 ഗലാത്യ ലേഖനം 1:2 ഗലാത്യ ലേഖനം 1:2 ഗലാത്യ ലേഖനം 1:1 ഭാഗം തന്നെയാണ്. പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും. കണ്ടോ, ഗലാത്യ ലേഖനത്തിന്റെ 1:1 പകുതി കഴിഞ്ഞിട്ടാണ് 1:1-2 കണ്ടോ. പ്രധാനപ്പെട്ട എല്ലാ ലേഖനങ്ങളിലും എഴുതിയിരിക്കുക ഞാൻ അപ്പസ്തോലനാണ്. അത് അദ്ദേഹത്തിന് ഒരു ബോധ്യമാണ് കേട്ടോ, ഉറച്ച ബോധ്യമാണ്. ഞാൻ അപ്പസ്തോലനാണ് എന്നുള്ള ഉറച്ച ബോധ്യം. അത് മടികൂടാതെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റോമാലേഖനത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. 1-ാമത് പറഞ്ഞു ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈശോ മിശിഹായുടെ ദാസനാണ്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മാസ്റ്റർ ആരാന്നാ? യേശു ക്രിസ്തുവാണ്, ഈശോ മിശിഹായാണ്. 2-ാമത് പറഞ്ഞു അപ്പസ്തോലനാണ്. സംശയമുണ്ടോ ഇനി? ഇല്ല. 3-ാമത് പറഞ്ഞു പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിതാണ് സെറ്റ് അപ്പാർട്ട്. പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തു. ആ ചിത്രത്തിലോട്ട് നോക്കുക, കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാളെ മാത്രമായിട്ട് പെറുക്കിയെടുത്തൊരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, നിയോഗത്തിന് വേണ്ടിയിട്ട്. അതാണ് പൗലോസ്ലീഹ പറയുകയാണ്, എന്നെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
ഒരുപാട് പേര് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കുക, നിങ്ങളുടെ ഇടവകയിൽ എത്രയോ പേരുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വചനം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറയും, യു ആർ സെറ്റ് അപ്പാർട്ട്, യു ആർ ചോസൻ. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാ, പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടവരാ. സൗളിനെ കുറിച്ചും പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹം പറയുക, ഞാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അപ്പസ്തോല പ്രവർത്തനം 13:2, അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13:2 അതിന്റെ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 13:2. എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. കണ്ടോ, ബർന്നബാസിനെയും സാബുളിനെയും എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരാ. ആർക്ക് വേണ്ടിയിട്ടാ? കർത്താവിന് വേണ്ടിയിട്ട്, ഈശോ മിശിഹായ്ക്ക് വേണ്ടിയിട്ട്, യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ്. വീണ്ടും പൗലോസ് തന്നെ പറയുന്നുണ്ട് ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വചനം. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. ഗലാത്യ 1:15. ദൈവം എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് വലിയൊരു ബോധ്യമാണെന്ന് ഓർത്തോണേ. ഗലാത്യയിലെ സഭയ്ക്ക് കത്തെഴുതുമ്പം അദ്ദേഹം പറയുക, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഞാൻ മറ്റൊരു ജീവിതത്തിന്റെ വഴികളിലായിരുന്നു, പക്ഷേ തമ്പുരാൻ എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ ജെറമ്യാ പ്രവാചകൻ പറയുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പറയും, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാശത്തിനുള്ള പദ്ധതിയിലെ ക്ഷേമത്തിനുള്ള പദ്ധതിയാ. അതേ ഇവിടെ നമ്മൾ കാണുകയാണ്. പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നിയോഗിക്കപ്പെട്ടവനാ. നമ്മൾ റോമ 1:1 വെളിച്ചത്തിലുള്ള 3 കാര്യങ്ങളാണ് ഈ സമയം പങ്കുവെച്ചത്. 1, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. 2, ഞാൻ അപ്പസ്തോലനാണ്. 3, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവനെ, മാറ്റി നിർത്തപ്പെട്ടവനെ, സെറ്റ് അപ്പാർട്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇടവേളയിൽ ചോദിക്കാം. ഞാനിപ്പോൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറയാം. അറിയാവുന്ന ഉത്തരവാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അറിയത്തില്ലെങ്കിൽ ഞാൻ പോയി വീണ്ടും വായിച്ച് പഠിച്ചിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഇതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. പൗലോസ്ലീഹായെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ പഠിപ്പിച്ച് എൻ്റെ സാറുമാരോട് ചോദിച്ചിട്ടും കൂടെ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിനിടയിൽ തന്നെ പറയാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. വീണ്ടും നമുക്ക് പൗലോസ്ലീഹായെ കുറിച്ച് പറയാനുള്ളത് ഗലാത്യ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. ഗലാത്യ ലേഖനത്തിന്റെ 1:1 പൗലോസ്ലീഹ പറഞ്ഞതിനെ കുറിച്ച് നമ്മളൊന്ന് വായിച്ചു. അതിൻ്റെ 2-ാം ഭാഗം കൂടിയുണ്ട്, അതുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗലാത്യ ലേഖനം 1:1 ഒന്ന് വായിക്കാമോ? അതെ, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശു ക്രിസ്തു മുഖേനയും. ആ 2 വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല. അതായത് പൗലോസ്ലീഹ പറഞ്ഞത്, എന്നെ വിളിച്ചത് മനുഷ്യരൊന്നും അല്ല, എൻ്റേത് ദൈവവിളിയാണെന്നാണ് പറഞ്ഞു വന്നത്. എൻ്റെ ചുരുക്കം, എന്നെ വിളിച്ചത് എൻ്റെ വീടിന് താഴെയുള്ള കമലാക്ഷി ചേച്ചിയോ വീടിനപ്പുറത്തുള്ള രായപ്പൻ ചേട്ടനോ ആരുമല്ല. എന്നെ വിളിച്ചത് യേശു ക്രിസ്തുവാ, ഈശോ മിശിഹായ. അതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്. എന്നെ അവരോ ഇവരോ പറഞ്ഞു തൊട്ടുകൊണ്ടോ ഞാൻ മാനുഷികമായിട്ട് അയക്കപ്പെട്ടതുമല്ല. മാനുഷികമായിട്ട് അദ്ദേഹം അയക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പകുതി വഴി നിന്നുപോയി എന്നെ. പക്ഷേ ദൈവികമായിട്ട് അയക്കപ്പെട്ടതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ബോധ്യം. അതുകൊണ്ടാണ് ഈ ഗലാത്യക്കാർക്ക് എഴുതുന്ന കത്തിന്റെ തുടക്കത്തിൽ തന്നെ പൗലോസ്ലീഹ പറയുന്നത്, മനുഷ്യരാലോ മനുഷ്യൻ മുഖേനയോ അല്ലെന്ന്. ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്താല് വിളിക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവനാണ്. അതാണ് പൗലോസ്ലീഹയുടെ ബോധ്യം. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, നൈദർ ബൈ ഹ്യൂമൻ കമ്മീഷൻ നോർ ഫ്രം ഹ്യൂമൻ അതോറിറ്റീസ്. 2 കാര്യങ്ങളാണ്. മനുഷ്യരിൽ നിന്നോ മനുഷ്യന് മുഖേനയോ, മനുഷ്യൻ അധികാരികളായ മനുഷ്യന് മുഖേനയോ ഒന്നും അല്ല ഞാൻ വന്നത്, മറിച്ച് യേശു ക്രിസ്തുവിനാലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ചുള്ള ബോധ്യം.
ഗലാത്യ ലേഖനം 1:1 വെളിച്ചത്തിൽ. ഇനി ഈ പടത്തിലോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള പടങ്ങളാണ്. ആരൊക്കെയാണത്? പീറ്റർ ആൻഡ് പോള്, പത്രോസും പൗലോസുമാ. ഇതിലേതാണ് പീറ്റർ, ഏതാണ് പോള്? താക്കോല് പിടിച്ച ആള്, പിന്നെ താക്കോല് പിടിച്ച എല്ലാവരും പത്രോസ് അല്ലേ? ആ, എന്നാ പിന്നെ പോട്ടെ, താക്കോല് പിടിച്ചത് പത്രോസ്. മറ്റേതോ വാളും പിടിച്ചിരിക്കുന്നയാള് പോള്. ഈ പത്രോസ്, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയേണ്ടതില്ല, എന്നാലും താക്കോല് പിടിച്ച് നിൽപ്പുണ്ട്. എത്ര താക്കോലുണ്ട്? എന്തിന്റെ താക്കോല അത്? സ്വർഗത്തിന്റെയും ഭൂമിയുടെയും. പിന്നെ എന്തോ? സാധാരണഗതി താക്കോല് മേടിക്കുമ്പോൾ 2ഓ 3ഓ ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് 2എണ്ണം. ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയായിരിക്കും. ഞാൻ 2017 ഇതുപോലെ അൽമായർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പാലായില് 2017 ഞാൻ പഠിച്ചു കഴിഞ്ഞൊക്കെ വന്ന ഉടനെയാണ് ഞാനിങ്ങനെ ഈ ക്ലാസ്സിൽ പടം കാണിച്ചിട്ട് ചോദിച്ചു, ഇതാര് ആന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാരൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചല്ല, 2 താക്കോൽ എന്തിനാ കൊടുത്തിരിക്കുന്നതെന്ന്. ഉടനെ തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലുണ്ടായിരുന്ന പ്രായമുള്ള ഒരു അമ്മച്ചി, ഒരു 10-70 വയസ്സൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 70 കഴിഞ്ഞിട്ട് കാണുമായിരിക്കും. എൻ്റെ അച്ഛൻ നമ്മെ പലരെയും പോലെ ആയിരിക്കും ഈ പത്രോസ്. ഒന്ന് കൊടുത്താൽ ഒന്ന് വെക്കുന്നിടത്ത് വെക്കുകയില്ല, അത് കാണാതെ കളഞ്ഞും പോകും. അതുകൊണ്ട് കർത്താവിനറിയാം, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഈ കൊടുത്തതാന്ന് പറഞ്ഞു. അത് തന്നെ. ഒട്ടും മാറ്റമില്ല 2017 2023 തമ്മിൽ. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെ കയ്യിൽ ഒരു സാധനം കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ ചിലരെ കുറിച്ച് പറയുകയല്ലേ, ഒരു സാധനം എടുക്കുന്നിടത്ത് വെക്കുകയില്ല, കാണാതെ പോകും. അപ്പം അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇതെന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അതിൻ്റെ ഒരു ഉത്തരം ആകെ നമുക്കുള്ളത് മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിലാണ് നമ്മളതിൻ്റെ ഉത്തരം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം. മത്തായി 16:19 എന്നതാണ് അവിടെ വായിക്കുന്നേ. ആ സ്വർഗരാജ്യത്തിന്റെ, ഒന്നുകൂടെ വായിച്ചേ, താക്കോലുകൾ. താക്കോലുകൾ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എന്തെന്ന് പറഞ്ഞേനെ? താക്കോൽ എന്ന് പറഞ്ഞേനെ. ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കണോ? ഉണ്ടായിരിക്കണം. ഈ വചനം അനുസരിച്ചിട്ട് ചിത്രകാരൻ വരച്ചപ്പം ഇത് പ്ലൂറലാണ്, ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അദ്ദേഹം 2 എണ്ണം വരച്ചതാ. വേറെ ചിലർ 3 എണ്ണം വരയ്ക്കുന്നവരും ഒക്കെ ഉണ്ടാകും. കാരണം വചനത്തിലാകെ ഇത്രയോ പറഞ്ഞിട്ടുള്ളൂ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ. അടയ്ക്കാനുള്ളതാണോ തുറക്കാനുള്ളതാണോ എന്നറിയത്തില്ല, കയറാനുള്ളതാണോ ഇറങ്ങാനുള്ളതാണോ എന്നറിയത്തില്ല. പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ എന്നേ ഉള്ളൂ. 2 വാതിൽ ഇനി അതിനുണ്ടോ ഒന്നും അറിയത്തില്ല. ഏതായാലും താക്കോലുകൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് ചിത്രകാരൻ വരച്ചപ്പം 2 താക്കോല് വരച്ചു. അതിന് നമ്മുടെ വ്യാഖ്യാനം ഡ്യൂപ്ലിക്കേറ്റ് ആയാലും കൊള്ളാം, ഒന്ന് അടയ്ക്കാനും ഒന്ന് തുറക്കാനാണേലും കൊള്ളാം, ഒന്ന് കയറാനാണേലും ഒന്ന് ഇറങ്ങാനാണേലും കൊള്ളാം, എന്തുവായിക്കൊള്ളട്ടെ, ഒന്നിൽ കൂടുതൽ താക്കോല് ഉണ്ടായിരുന്നെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചിത്രകാരൻ വരച്ചപ്പം 2 എണ്ണം വരച്ചത്. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ പൗലോയിലോട്ട് വരാം, നമ്മുടെ പൗലോസ്ലീഹായിലോട്ട് വരാം. അവിടെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് വാളുകൊണ്ടാണ് എന്ന് പറഞ്ഞു. വാളാണ് കയ്യിലുള്ളത്. അപ്പൊ ഈ വാളെന്താണാവോ? എന്തോ? ആത്മാവിന്റെ വാളാണ്. പിന്നെ എന്തോ? വചനമാകുന്ന വാളുണ്ട്. പിന്നെ ആ വാള് കൊണ്ട് ശിരസ ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് ഈ വാള് എന്ത് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് നമ്മൾ പറയും വചനമാകുന്ന വാളാണ്. കാരണം നമുക്ക് ഹെബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ എവിടെയാണ്? ഹെബ്രായ ലേഖനത്തിന്റെ എവിടെയാണ് ഹെബ്രായ ലേഖനത്തിൽ കാണുന്നത് വചനമാകുന്ന വാളിനെ കുറിച്ച്? 4-ാമത്തെ അധ്യായത്തില് 4:12. ഹെബ്രായ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിലാണ് വചനമാകുന്ന വാളിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ നമ്മൾ ഹെബ്രായ ലേഖനം 4:12, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്ന
ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതുകൊണ്ട് ദൈവവചനം ധാരാളമായിട്ട് ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ദൈവവചനത്തെ പ്രതിനിധാനം ചെയ്യാനാണ് എന്ത് വാള് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഒന്നാമത് ഈ വാള് സൂചിപ്പിക്കുന്നത് ദൈവവചനത്തെയാണ്. വ്യക്തമാണോ? പൗലോസ്ലിഹായുടെ വാള് ഒന്നാമതായിട്ട് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ദൈവവചനത്തെ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ചിത്രങ്ങളും കാണുമ്പം, വിശുദ്ധരുടെ പല ചിത്രങ്ങളും കാണുമ്പം അവരുടെ കയ്യിൽ ഉള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വസ്തുക്കളായിരിക്കും കാണുന്നത്. തോമാസ് ലിഹായെ ചിത്രീകരിക്കുമ്പം കയ്യിൽ എന്തുണ്ട്? കുന്തമുണ്ട്. എസ്തപ്പാനോസിനെ ചിത്രീകരിക്കുമ്പം കയ്യിൽ എന്തുണ്ട്? കല്ലുണ്ട്. കുറേ ഉരുളം കല്ലുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ വിശുദ്ധരെ ചിത്രീകരിക്കുമ്പോൾ സാധാരണ എന്ത് വസ്തുക്കൾ കൊണ്ട് അവർ രക്തസാക്ഷിത്വം വരിച്ചോ മരണം വരിച്ചോ അതിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയും. അങ്ങനെയെങ്കിൽ രണ്ടാമതായിട്ട് ഈ വാള് സൂചിപ്പിക്കുന്നത് പൗലോസ്ലിഹായുടെ രക്തസാക്ഷിത്വമാണ്, ദ മാർട്ടിഡം ഓഫ് പോൾ. ഒന്നാമത് നമ്മൾ പറഞ്ഞു ദൈവവചനം, രണ്ടാമത് ഇത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വം സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം ഒരു മതമർദ്ദകനായിരുന്നു, തീഷ്ണമതിയായ മതമർദ്ദകനായിരുന്നു അല്ലേ? മതമർദ്ദനത്തിന് പോയപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത് വാളാണ് എന്നുള്ളതാണ്. പൗലോസ്ലിഹായെ കുറിച്ചുള്ള സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അല്പം കൂടെ കഴിയുമ്പം അത് കാണിക്കും. പൗലോസ്ലിഹയുടെ മാനസാന്തരം വരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കും, 10 മിനിറ്റ് ഉണ്ട്. അതിൽ കാണാൻ പറ്റും അദ്ദേഹം വാളുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മതമർദ്ദനത്തിൻ്റെ അടയാളമായിട്ടും ഈ വാളിനെ സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ 3 തലങ്ങളിലാണ് നമുക്ക് ഈ വാളിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് ദൈവവചനമാകുന്ന വാളാകാം, 2 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വാളാകാം, മൂന്നാമതായിട്ട് മതമർദ്ദനത്തിൻ്റെ വാളുമാകാം. അപ്പം ഇനി പൗലോസ്ലിഹായെ എവിടെയെങ്കിലുമൊക്കെ കണ്ട ഈ വാളിനെ കുറിച്ച് ഒന്ന് നോക്കി വെച്ചിട്ട് അടുത്തുള്ളവരോട് പറയണം, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചിയെ ഈ വാൾ എന്നാന്നറിയാവോ? 1 ദൈവവചനം, 2 രക്തസാക്ഷിത്വം, 3 മതമർദ്ദനം പറഞ്ഞു കൊടുത്തേക്കണം. ഇനി ഈ പാലക്കാട് രൂപതയിൽ പൗലോസ്ലിഹായെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും പഠിപ്പിക്കാനും ഉള്ള ആൾക്കാർ നിങ്ങളാണ്. നിങ്ങളിലൂടെ വേണം ഇനി ഇവിടെ മുഴുവൻ പൗലോസ്ലിഹായെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പൗലോസ്ലിഹായെ കുറിച്ചുള്ള എല്ലാ നല്ല വശങ്ങളും പറഞ്ഞേക്കണം. പൗലോസ്ലിഹായ്ക്ക് മോശം വശങ്ങളില്ല. നിങ്ങൾ പറയുമായിരിക്കും മിണ്ടാതിരിക്കാൻ പറഞ്ഞു, തലയിൽ ഇത് കൂടി ശിരസിൽ ഇത് കൂട്ട് വെക്കണം, തുണി ഇടണം എന്നൊക്കെ പറഞ്ഞു, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു, അടിമത്വമൊക്കെ പ്രഖ്യാപിച്ചില്ലേ, എന്തോ ഒരു ഭയങ്കരന എന്നൊന്നും പറഞ്ഞേക്കില്ല. അതിൻ്റെ എല്ലാ ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ നാളെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും ആരെങ്കിലും പൗലോസ്ലിഹായെ തെറ്റിദ്ധരിച്ചാൽ. വായിച്ചു വന്നപ്പോഴല്ലേ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായത്. അത്രയും നാളും കുറച്ചൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റും. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് പൗലോസ്ലിഹായുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പറയാം. ഇവിടെ പറഞ്ഞു ക്ലാസ്സിൽ തന്നെ താർസോസിലാണ് ജനിച്ചത്. അതെവിടെയാണെന്നൊക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് നമുക്ക് ചിത്രത്തിൽ അത് ഞാൻ കാണിച്ചു തരാം, മാപ്പിൽ കാണിച്ചു തരാം എവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 21-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വചനം. പൗലോസിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 21-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 21:39. പൗലോസ് പറഞ്ഞു, കിലീക്കിയായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ. കിലീക്കിയായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കിലീക്കിയായിലെ താർസോസിൽ. അപ്പസ്തോല പ്രവർത്തനം 21:39. 22:3 അദ്ദേഹം പറയുന്നുണ്ട് കിലീക്കിയായിലെ താർസോസിൽ ജനിച്ചു. അപ്പസ്തോല പ്രവർത്തനം 22:3 ഉണ്ട് കേട്ടോ. 2 സ്ഥലത്ത് അതിൻ്റെ പരാമർശമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 21:39, അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 22:3. ഇനി ഇത് എവിടെയാണെന്നറിയാവോ? കിലീക്കിയായിലെ താർസൂസ് ഏത് രാജ്യത്താന്ന് പറയാവോ? ഞാൻ ക്ലൂ തരാം. 1 ഇസ്രായേൽ, 2 സിറിയ,
3 തുർക്കി, 4 ഗ്രീസ്, 5 ഇറ്റലി. ഇസ്രായേൽ, സിറിയ, തുർക്കി, ഗ്രീസ്, ഇറ്റലി. സിറിയ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സിറിയക്കാര്, സിറിയ. ഗ്രീസ് എന്ന് പറയുന്ന എത്ര ഉണ്ട്? ഗ്രീസില് സംശയമുണ്ട്. ഇസ്രായേലിലാന്ന് പറയുന്നവരോ? ഇസ്രായേലിന്റെ വടക്കു ഭാഗത്തായിട്ടാന്ന് പറയുന്നവരോ? തുർക്കിയിലാന്ന് പറയുന്നവരോ? തുർക്കിക്കാരും ഉണ്ട്. നമുക്കെന്നാ അവസാനം ഉത്തരത്തിലോട്ട് വരാം. ഇന്നത്തെ തുർക്കിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇതാണ് അദ്ദേഹത്തിന്റെ, ഇത് പൗലോസ്ലീഹ പോയ സ്ഥലങ്ങളാണ് കേട്ടോ. ദേ ഇവിടെ തുടങ്ങും. ഇസ്രായേൽ ഇവിടെ കിടക്കുന്നു, ലെബനോൻ അവിടെ കിടക്കുന്നു, സിറിയ അവിടെ കിടക്കുന്നു, തുർക്കിയാണ് ആ വലിയ പ്രദേശം. ഇത് തുർക്കി പ്രദേശമാണ് കേട്ടോ. ഇതെല്ലാം ഈ പറയുന്ന പ്രദേശം തുർക്കിയാണിത്. ഇതാണ് ഗ്രീസ്, ഇത് ഇറ്റലി പ്രദേശം, ഇത് ഇസ്രായേല്, ലെബനോന്, സിറിയ. ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് പൗലോസ്ലീഹായുടെ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലൂടെയാണ് അദ്ദേഹം മിഷണറി യാത്ര നടത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഈ സ്ഥലങ്ങളിലൂടെയാണ് അദ്ദേഹം യാത്ര നടത്തിയത്. നമ്മൾ പിന്നീട് പറയും, ഓരോ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓരോ പോയ സ്ഥലങ്ങള് സാധിക്കുന്നത് പോലെയൊക്കെ കാണിച്ചോളാം. എന്തോ അത് ആ പ്രദേശത്തിന് പറയുന്ന പേരാണ്. ഗലാത്യ എന്ന് പറയുന്നത് ഒരൊറ്റ സ്ഥലമല്ല. ഇവിടെ 4 സഭകൾ കൂടുന്നതാണ്. ഞാൻ പിന്നീട് ഇത് ഗലാത്യയെ കുറിച്ച് പറയുമ്പോൾ പറയും. ദെർബെ, ഇക്കോണിയം, ലിസ്ത്ര, പിസീദീൻ, അന്ത്യോക്ക് എന്ന് പറയുന്ന 4 സഭകൾ. അതുകൊണ്ട് ഗലാത്യയിലെ സഭയ്ക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലേഖനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യക്കാർക്ക് എന്ന് പറയുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാ ഗലാത്യയിലെ ലേഖനം എഴുതിയിരിക്കുന്നത്? ഗലാത്യക്കാർക്ക് എന്നുള്ളതാണ്. ഗലാത്യക്കാർക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള വചനത്തിൽ നമുക്കൊന്നുകൂടെ നോക്കാം. അത് ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കേ. ഗലാത്യ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വചനം വായിച്ചു നോക്ക്. ഗലാത്യയിലെ സഭകൾക്ക് കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യയിലെ സഭ എന്നാണോ പറഞ്ഞത്? സഭകൾക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പല സഭകളുണ്ട്. ആ പ്രദേശത്തിന് പറയുന്ന പേരാണ് കേട്ടോ ഗലാത്യ. പിന്നീട് ഇതുണ്ട്, ഈ പ്രദേശങ്ങളുണ്ട്. ഇത് കൊളോസോസ്, എഫേസോസ് അടങ്ങിയ പ്രദേശങ്ങൾ. അതാണ് ഏഷ്യ മൈനറിലെ 7 സഭകൾ. ഞാൻ പിന്നീട് കാണിക്കും, 7 സഭകളെ കുറിച്ച് കാണിക്കും. അത് ഇവിടെയാണ്, ഈ പ്രദേശമാണിത്. ഇത് ഗ്രീസില് കോറിന്ത്, ആഥൻസ്, തെസലോനിക്ക പ്രദേശം. ഇത് ഫിലിപ്പി, മാസിഡോണിയ പ്രദേശം. ഇത് പൗലോസിന്റെ അവസാന കാലത്ത് ആയിരുന്ന വിചാരണയ്ക്കൊക്കെ കൊണ്ടുപോകപ്പെട്ട സ്ഥലം. ഇത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം താർസൂസ്. അത് തുർക്കിയുടെ ഭാഗമാണ്, വലിയ ഭാഗമാണ്. ഇത് സിറിയ, ലെബനോൻ, ഇസ്രായേൽ. തീർച്ചയായിട്ടും പൗലോസ് ആയിരിക്കും. കാരണം അദ്ദേഹം പോയ സ്ഥലങ്ങളിലൂടെ തന്നെ വീണ്ടും പോയിട്ടുണ്ട്. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രകൾ തുടങ്ങുന്നത് ഈ റൂട്ടിലാണ്. 1-ാമത്തേത്, 2-ാമത്തേത് ഇങ്ങനെയാണ്, 3-ാമത്തേതും ഇങ്ങനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം തീർച്ചയായിട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നീട് കാണിക്കും, ഓരോ യാത്രകളെ കുറിച്ചും കാണിക്കും. ഓരോ പ്രേക്ഷിത യാത്രയും ഏത് വർഷമാണ്, എവിടെ നിന്ന് എങ്ങോട്ട് പോയി, ആ യാത്രയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തുർക്കിയിലാണ്. അവിടെയുള്ള ഒരു പ്രദേശമാണ് കിലീക്കിയയിലെ താർസൂസ്. അതാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്നാണ് പൗലോസ് ജനിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ജനന ദിവസം അല്ലെങ്കിൽ ജനന വർഷം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, AD 1-നും AD 10-നും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. AD 1-നും AD 10-നും ഇടയിലാണ് പൗലോസ്ലീഹായുടെ ജനനം. കൃത്യമായിട്ട് നമുക്ക് ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൊതുവെയുള്ളൊരു അനുമാനമാണ്. കാരണം പൗലോസ്ലീഹ തൻ്റെ കത്തിൻ്റെ
അവസാന കാലത്ത് എഴുതിയ കത്തിലൊക്കെ പറയുന്നുണ്ട്, വൃദ്ധനായ ഞാൻ, പ്രായമായ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 60 വയസ്സുകളിലായിരിക്കാം, അല്ലെങ്കിൽ 60ൻ്റെ അവസാനം 70കളുടെ. അദ്ദേഹത്തെ വിളിക്കുന്ന ഏജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 30s എന്നാണ് നമ്മുടെ കരുതി. 30s, കാരണം ഈശോയുടെ മരണശേഷം വേണമല്ലോ 30s. അതുകൊണ്ടാണ് AD 1-നും 10-നും ഇടയിൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വർഷങ്ങൾ 1-2 ഒക്കെ മാറ്റാം, നമുക്ക് കൃത്യമായിട്ട് ചരിത്ര രേഖകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളില്ല, എങ്കിലും നമുക്കൊരു അനുമാനമാണ്. അത് ഞാൻ പിന്നീട് പറയാം, ഏത് വർഷമാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച്. മൂന്നാമതായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് പൗലോസിൻ്റെ ഏത് ട്രൈബാണ്, ഏത് ഗോത്രമാണ് എന്നൊക്കെയാണ്. ഫിലിപ്പി ലേഖനം 3:5 എടുക്കാവോ? ഫിലിപ്പി ലേഖനം 3:5. ഫിലിപ്പി ലേഖനം 3:5. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുകയാണ്, ഞാൻ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്തവനാ, അറ്റം കണ്ടിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? 8-ാം ദിവസം പരിച്ഛേദനം ചെയ്തവനാ, അതിൻ്റെ അർത്ഥം എന്നാ? അവൻ ആരാണ്? യഹൂദനാണ് എന്നുള്ളതാണ്. അദ്ദേഹം യഹൂദനാണ് എന്നുള്ളതാണ്. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉടമ്പടിയുടെ അടയാളമാണ് എന്ത്? ആ പരിച്ഛേദനം. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കും, 17-ാമത്തെ അധ്യായത്തിൻ്റെ 10-12 വചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കും, യഹൂദരുടെ ഒരു ഉടമ്പടിയുടെ നിയമമാണ് എന്ത്? ഈ പരിച്ഛേദനം ചെയ്യുക എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, 12-ാമത്തെ വചനം, അവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഉടമ്പടിയുടെ ഫലമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാര രീതിയായിരുന്നു എന്ത്? പരിച്ഛേദനം. അതിനെക്കുറിച്ചാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. അതിൻ്റെ അർത്ഥം എന്താ? ഉടമ്പടിയുടെ ആളാണ്, യഹൂദനാണ്, പഴയ നിയമത്തിൻ്റെ ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. തോറ പാലിക്കുന്ന ആളാണ്. കാരണം തോറായിലാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്, അവരുടെ യഹൂദ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം യഹൂദനാണ് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. രണ്ടാമത് പറയുകയാണ് ഇസ്രായേൽ വംശത്തിലാണ്. ഇസ്രായേൽ വംശത്തിലാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കാരണം ഈ ഏത് ജനതയോടാണ് തമ്പുരാൻ ഈ ഉടമ്പടി വെച്ചത്? ഇസ്രായേൽ ജനതയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇസ്രായേൽ വംശജനാണ്, ഒരു സംശയവും ഇല്ല. ഇസ്രായേൽ വംശജനാണ്. കാരണം ദൈവം ഉടമ്പടി സ്ഥാപിച്ചത് ഇസ്രായേൽ ജനതയോടാണ്. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിച്ഛേദനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വളരെ 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 വ്യക്തമാണ് അദ്ദേഹം എന്തെന്ന്? ആ ഇസ്രായേൽക്കാരനാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്ന. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ. പഴയ നിയമത്തിൽ എത്ര ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 12 ഗോത്രങ്ങളാണ്. അതാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. റൂബന്റെ ഗോത്രമുണ്ട്, സീമന്റെ ഗോത്രമുണ്ട്, ലേവി ഉണ്ട്, ജൂഡ ഉണ്ട്, ഇസാക്കർ ഉണ്ട്, സെബലൂൺ ഉണ്ട്, ജോസഫ് ഉണ്ട്, ബെഞ്ചമിൻ ഉണ്ട്, ഗാദ്, ആഷേർ, ദാൻ, നഫ്താലി. അങ്ങനെ 12 ഗോത്രങ്ങളുണ്ട്. അതിലെ ഒരു ഗോത്രമായിരുന്നു ബെഞ്ചമിൻ ഗോത്രം. ആ ഗോത്രത്തിന്റെ പേരിലാണ് ആര് അഭിമാനിക്കുന്നത്? പൗലോസ് അഭിമാനിക്കുന്നത്. പറയാ, ഞാൻ അവരുടെ പഴയ നിയമത്തിന്റെ ആള് തന്നെയാണ് ഞാൻ. കാരണം നോക്കിക്കേ, പുതിയ നിയമത്തിലെ ഒരു സഭയ്ക്ക് എഴുതുമ്പം ആ കത്തിൽ പറഞ്ഞിരിക്കുക, ഞാൻ പഴയ നിയമത്തിൽ ഇന്ന ആളാണ്. അദ്ദേഹം ഈ പഴയ നിയമത്തിലെ ജൂ ആയിരുന്നതിനെ കുറിച്ച് വലിയ അഭിമാനിയായിരുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ അദ്ദേഹം അതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഞാൻ മാറ്റപ്പെട്ടു. ഞാൻ മാറ്റപ്പെട്ടു. യഹൂദനായിരുന്നു എങ്കിൽ ഞാൻ പിന്നീട് യഹൂദ ക്രിസ്ത്യാനിയായി മാറി എന്ന് പറയുന്നുണ്ട്. ഈശോയുടേതായിട്ട് മാറുന്നതായിട്ട് നമ്മൾ പിന്നീട് പല അവസരങ്ങളിലും കാണുന്നുണ്ട്. അങ്ങനെ ഈ യഹൂദരുടെ ഇടയിലെ 12 ഗോത്രത്തിൽ, ഇസ്രായേലിന്റെ ഗോത്രങ്ങളാണ് 12 ഗോത്രങ്ങൾ. യാക്കോബിന്റെ മക്കളുടെ ഈ ഗോത്രത്തിലെ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടയാളാണ് പൗലോസ്ലീഹ എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കൊണ്ട് നമുക്ക് പിന്നെ സംശയമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ, ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ. അപ്പം അതുകൊണ്ട് സംശയമൊന്നും നമുക്കതിൽ വെച്ച് പുലർത്താനില്ല. അടുത്തത് അദ്ദേഹം പറയുകയാണ്, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ എന്ന് പറഞ്ഞാൽ എന്നാ?
ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. ഹെബ്രായൻ എന്ന് പറഞ്ഞ എന്നാ? എന്തോ ഹെബ്രായൻ? ഹീബ്രു ആരുടെ ഭാഷയാ? ഇസ്രായേൽക്കാരുടെ ഭാഷയാണ് അല്ലേ? അതുകൊണ്ട് ഈ ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഹെബ്രായർ എന്നുള്ളത്. ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഹെബ്രായർ എന്ന് വിളിക്കും. ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഹെബ്രായൻ. ഇവിടെ എന്തെന്നാ പൗലോസ്ലീഹ പറഞ്ഞത്? ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. ഈ ഹെബ്രായക്കാരൻ ഹീബ്രു ഭാഷ സംസാരിക്കുന്നവനാണ്. അവർ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ളവരെല്ലാവരും ആരാണ്? യഹൂദരാണ്, ജ്യൂസ് ആണ്. ജ്യൂസ് യഹൂദരാണ്, അവരെല്ലാം യഹൂദരാണ്. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കേ, ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ എന്നതായിരിക്കും പറഞ്ഞത്. സിസ്റ്റർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ സങ്കര സന്താനമല്ല, പ്യുവറാന്ന് പറഞ്ഞതാ. ഞാൻ വിജാതീയ ആയിട്ടുള്ള ബന്ധത്തിലൊന്നും ഉള്ളതല്ല. അഭിമാനിയാ, ഭയങ്കര അഭിമാനിയാണ് നമ്മുടെ പൗലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണ് ഞാനെന്ന്. വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാന് നിയമപ്രകാരം ഫരിസേയനാണ്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ സമൂഹത്തിൽ പ്രധാനമായിട്ടും യഹൂദരുടെ ഇടയിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്, സദുക്കായരും ഫരിസേയരും. രണ്ട് വിഭാഗങ്ങളാണ് ഇസ്രായേൽ സമൂഹത്തിനുള്ളത്, സദുക്കായരും ഫരിസേയരും. ഫരിസേയരെ കുറിച്ച് പറയുന്നത് നിയമത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഉദ്ധാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവര്. സദുക്കായരെ സംബന്ധിച്ചിടത്തോളം അവര് കുറേയേറെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ധാനം എന്ന് പറയുന്ന കാര്യം ഇല്ല. നിയമത്തോട് അത്ര കർശനമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവരും അല്ല. അതേസമയം ഫരിസേയര് നേരെ തിരിച്ചാണ്. അവര് നിയമത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന, നിയമത്തിന്റെ വള്ളിപുള്ളികളെല്ലാം തന്നെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ആര്? നമ്മുടെ പൗലോസിന്റെ ഫരിസേയ വിഭാഗം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഫരിസേയരിൽപ്പെട്ട ആളാണ് എന്നാണ്. ഇനി പൗലോസിന്റെ പൗരത്വത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 22:28. അപ്പസ്തോല പ്രവർത്തനം 22:28. ജന്മന റോമ പൗരനാണ്. അല്ല, അതങ്ങനെയാ. അപ്പൊ അത് ശരിയാവുന്നത്? തുർക്കിയിലാണ് ജനിച്ചതെന്നല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞത്? റോമ എവിടെ കിടക്കുന്നു? തുർക്കി എവിടെ കിടക്കുന്നു? എന്തോ? തുർക്കി റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാലാണ്. കാരണം ഈ പൗലോസ് ജനിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്? ആ കാലഘട്ടം മുഴുവൻ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് റോമയാണ്. റോമ എല്ലായിടവും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന റോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പൗലോസ് ജീവിച്ചിരുന്ന ഈ പ്രദേശവും അത് റോമൻ ആധിപത്യത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? റോമൻ പൗരത്വം കിട്ടി. അതുകൊണ്ട് നമ്മൾ പിന്നീട് കാണും, അദ്ദേഹം റോമ പൗരനായതുകൊണ്ട് അപ്പീൽ കൊടുക്കുന്നുണ്ട്. ഞാൻ റോമ പൗരൻ, അതുകൊണ്ട് എൻ്റെ വിചാരണ നിങ്ങൾ ഇവിടെ ചുമ്മാ ഈ തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിലൊന്നും നടത്തിയാൽ പോരാ,
എനിക്ക് അപ്പീൽ കൊടുക്കണം, അങ്ങ് റോമായി പോയിട്ട് നടത്തണം, കാരണം ഞാൻ റോമ പൗരനാണ് പറയുന്നത്. നമ്മൾ പിന്നീട് ഇത് കാണും. എന്തോ അല്ല, ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഈ പ്രദേശം ഇത്. ആള് ജനിച്ചത് തുർക്കി പ്രദേശത്താണ്. അല്ല, ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അത് യഹൂദ സമൂഹത്തിന്റെ പ്രദേശം. ഇനിയിപ്പം യഹൂദ സമൂഹക്കാര് ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും അവര് വംശം പറയുന്നത് ഏതാ? ഇസ്രായേൽ വംശമാണ് പറയുന്നത്. കാരണം എന്താ? യഹൂദ മതത്തിന്റെ ഭാഗമാണ്. അവർ അമേരിക്കയിൽ പോയാലും അവർ പറയും ഞങ്ങൾ ഇസ്രായേൽക്കാരാന്നാ പറയുന്നത്. അതവരുടെ വംശം. സ്ഥലം മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ പൗരത്വം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ പൗരത്വത്തെ കുറിച്ച് ഞാൻ പറയും. 3 തരത്തിലാണ് ഈ പൗരത്വം നേടാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ വചനം വായിച്ചു 22, 28 എന്തെന്നാ വായിച്ചത്? 22, 28 നമ്മൾ വായിച്ചത് പൗലോസ് പറയുകയാണ്, ഞാന് സഹസ്രാധിപൻ എന്നാ പറഞ്ഞേ? ഞാന് ആ തുക കൊടുത്താണ് പൗരത്വം മേടിച്ചത്. അപ്പൊ പൗരത്വം മേടിക്കാൻ പല വഴികളുണ്ട് എന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം മേടിച്ചത് തുക കൊടുത്താണ്. 3 തരത്തിലാണ് പൗരത്വം മേടിക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ജന്മന ഉള്ള പൗരത്വം. ജനനം കൊണ്ട് നേടുന്ന പൗരത്വം. അതാണ് ഒന്നാമത്തേത്. ജനനം കൊണ്ട് നേടുന്ന പൗരത്വം, ജന്മന ഉള്ള പൗരത്വം. അപ്പൊ അത് നമുക്കറിയാം. നമുക്കിപ്പോ ഏതാ പൗരത്വം ഉള്ളത്? ആ ഇന്ത്യൻ പൗരത്വമാണ് നമുക്കുള്ളത്, ഇല്ലേ? കാരണം എന്താ? നമ്മള് ഭാരതത്തിൽ, ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഭാരതം എന്ന് പറയണോ ഇന്ത്യ എന്ന് പറയണോ? ഈ ദിവസങ്ങളിലെല്ലാം അതാ പ്രശ്നം. എന്തായാലും രണ്ടും പൊളിറ്റിക്കൽ അജണ്ട ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിനകത്ത് ഭാരതം സ്വന്തമാണ്, ഇന്ത്യ നമ്മുടെയാണ്. നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, ജന്മന ഉള്ള പൗരത്വം. രണ്ടാമതാണ് ബൈ ഓണർ, ബഹുമതിയായി ലഭിക്കുന്ന പൗരത്വം. ബഹുമതിയായി ലഭിക്കുന്ന പൗരത്വം, അതാണ് രണ്ടാമത്തേത്. ബഹുമതിയായിട്ട് ലഭിക്കുന്ന പൗരത്വം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ചില മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഓണററി ഡോക്ടറേറ്റ് കൊടുത്തെന്നൊക്കെ ബഹുമാനാർത്ഥം കൊടുക്കുന്ന ബിരുദങ്ങളാണ്, ഇല്ലേ? അപ്പൊ അങ്ങനെ വലിയ സർവീസുകൾ റോമായ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നവർക്ക് അവർ കൊടുക്കുന്ന പൗരത്വമാണ് സിറ്റിസൺഷിപ്പ് ബൈ ഓണർ, അല്ലെങ്കിൽ ഓണററി സിറ്റിസൺഷിപ്പ്, ബഹുമാനാർത്ഥം കൊടുക്കുന്ന പൗരത്വം. ഇനി മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ വചനത്തിൽ തന്നെ കണ്ടു, വലിയ തുക കൊടുത്ത് വാങ്ങുന്ന പൗരത്വത്തെ കുറിച്ച്. ഇവിടെ സഹസ്രാധിപൻ പറയുകയാണ്, ഞാൻ മേടിച്ചു. എങ്ങനെയാ? വലിയ തുക കൊടുത്തു. അതായത് വലിയ തുക കൊടുത്താൽ നേടാൻ സാധിക്കുന്ന, സാധാരണക്കാരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. അതിനു വേണ്ടിയിട്ട് അത്രയും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ വിളിക്കും പേയ്മെന്റ് സിറ്റിസൺഷിപ്പ്, പണം കൊടുത്തു വാങ്ങുന്ന പൗരത്വം. അതാണ് പണം കൊടുത്തു വാങ്ങുന്ന പൗരത്വം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? എന്തോ? PR ഒക്കെ അന്നത്തെ കാലമാണോ ഇന്നത്തെ കാലം? ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. അന്ന് പണം കൊടുത്താൽ കിട്ടുമായിരുന്നു. അന്ന് PR-ന്റെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. അന്ന് ഇങ്ങനെ ഇതിന് റോമ അധികാരികൾക്കാണല്ലോ, അവിടുത്തെ അധികാരികൾക്ക് രാജഭരണം ഒക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധിക്കും. ഇന്ന ആൾക്കാർക്ക് ഇത്ര കൊടുക്കാമെങ്കിൽ അവരത് മേടിക്കുമായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉണ്ടായിരുന്നെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. വചനത്തിൽ കൊടുത്തിട്ടുമുണ്ട്, അതുകൊണ്ട് സംശയമൊന്നുമില്ല അങ്ങനത്തെ ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നെന്ന്. പൗലോസ്ലിഹ ജന്മനാ പൗരനാണ്. ആര്? ആ തുക കൊടുത്തത് വചനത്തിൽ നമ്മൾ എന്ത് പശ്ചാത്തലത്തിലാണ് വായിക്കുന്നത് നോക്കിക്കേ. അപ്പോസ്തല പ്രവർത്തനം 22, 28 അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കിക്കേ. സഹസ്രാധിപൻ പറഞ്ഞു, അതായത് പൗലോസ്ലിഹ ന്യായാധിപന്മാരുടെ പക്കലേക്ക് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുചെന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ദേ ഞാന് ആ റോമ പൗരനാ. അപ്പൊ പുള്ളി പറയാ, ഓ നീ റോമ പൗരനാണോ? ഞാനാണെങ്കിൽ പണം കൊടുത്താ അത് മേടിച്ചതെന്ന്. മനസ്സിലായോ? സഹസ്രാധിപൻ പറയുക, ഞാനാണെങ്കിൽ പണം കൊടുത്താ മേടിച്ചതെന്ന്. അദ്ദേഹം പൗലോസ് പറയാ, ഞാൻ ജന്മന റോമ പൗരന, പണം കൊടുത്ത് മേടിച്ചതോ ഓണററി ആയിട്ടോ ഒന്നും അല്ല, ജന്മന തന്നെയാണ് എന്നാണ്.
ആശയം വ്യക്തമായോ? ഇത് പൗരത്വത്തെ കുറിച്ച്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുവാവയുടെ 2 പേരുകളാണ്. മുൻപ് പറഞ്ഞായിരുന്നു ഈ കൊച്ചിന് സാവൂൾ എന്ന പേര് ഉണ്ട്, വേറൊരു പേരുണ്ട് പൗലോസ് എന്ന പേരുമുണ്ട്. നമ്മുടെ ഈ കുഞ്ഞുവാവയ്ക്ക് 2 പേരുകളുണ്ട്. നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? സാവൂൾ എന്നുള്ള പേരും പൗലോസ് എന്നുള്ള പേരും. ചിലർ പറയും മാനസാന്തരത്തിന് മുമ്പുള്ള പേരാണ് സാവൂൾ, ചിലർ പറയും മാനസാന്തരത്തിന് ശേഷമുള്ള പേരാണ്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ സത്യമായിട്ടും അങ്ങനെയല്ല. എന്നാൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് താനും. അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് സ്കൂളിൽ ചേർത്തപ്പം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ കൊടുത്തപ്പം ഒരു പേരിട്ടിട്ടുണ്ട് ഇല്ലേ? മാമോദീസ പേര്. ചേച്ചിയെ മാമോദീസ പേരെന്നാ? ത്രേസ്യാമ. വിളിപ്പേരോ? അപ്പോൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. മാനസാന്തരത്തിന് മുമ്പാണോ മാനസാന്തരത്തിന് ശേഷമാണോ? അതോ പണ്ട് തന്നെ ഉണ്ടായിരുന്നോ? ഇല്ലേ, നമുക്ക് പണ്ട് തന്നെ ഉണ്ടായിരുന്നു ഇല്ലേ? പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മതപരമായിട്ടുള്ള നാമമുണ്ട്, മതേതരമായിട്ടുള്ള നാമവുമുണ്ട്. നമുക്ക് പിള്ളേരുടെ പേരുകൾ നോക്കാം. പിള്ളേർക്ക് മരിയ, മേരി, ത്രേസ്യ അല്ലേ, അങ്ങനെയുള്ള പേരുകളുണ്ട്. സ്കൂളിലിടുമ്പോഴോ അഞ്ജു, മഞ്ജു, സിഞ്ചു, കുഞ്ചു, ചിഞ്ചു ഇല്ലേ, എന്തേലും പേരുകളാ. അതുപോലെ അത്രയേ ഉള്ളൂ. ഈ കൊച്ചിന് മതപരമായിട്ടുള്ള പേരായിരുന്നു സാവൂള്. കാരണം യഹൂദ സമൂഹത്തിന്റെ ഒരു ആളുടെ പേരാണ് സാവൂൾ എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേര് കൊടുത്തു? സാവൂൾ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി പൗലോസ് എന്നുള്ള പേരോ, അത് ഗ്രീക്ക് റോമൻ നാമമാണ്, ലത്തീൻ നാമമാണ്. ഇത് ഗ്രീക്ക് ലത്തീൻ നാമമാണ് പൗലോസ് എന്നുള്ളത്. ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും ഉള്ള പേരാണ് എന്ത്? പൗലോസ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് മതേതര നാമം, അതാണ് സെക്കുലർ നെയിം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ? സെക്കുലർ നെയിം, അത് മതേതര നാമം എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ രാജ്യത്തിൻ്റെ ഒരു മകൻ എന്നുള്ള നിലയിൽ പൊതുവായിട്ടിട്ട പേരാണ് എന്ത്? പൗലോസ്. പൗലോസ് അത് ലത്തീനും ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. പൗലോസ് മതേതരമായിട്ടുള്ള പേരാണ് എന്ത്? പൗലോസ്. പൗലോസ് എന്ന വാക്കിനൊരു അർത്ഥം കൂടിയുണ്ട്. പൗലോസ് എന്ന പേരിൻ്റെ അർത്ഥം ചെറിയത് എന്നാണ്, സ്മോൾ. പൗലോസ് എന്ന പേരിൻ്റെ അർത്ഥം ചെറിയത്. അപ്പോൾ ഓർത്തോണേ, ഈ കുഞ്ഞുവാവയ്ക്ക് 2 പേരുകളുണ്ട്. ഒന്നാമത്തെ പേര് മതേതരമായിട്ടുള്ള നാമം, അതാണ് പൗലോസ്. അതിൻ്റെ അർത്ഥം ചെറിയത്. അത് ഗ്രീക്കും ലത്തീൻ ഭാഷയിലും ഉള്ള പേരാണ്. കാരണം എന്താ? അന്നത്തെ കാലം എന്ന് പറയുന്നത് ലത്തീൻ ഭാഷ സംസാരിക്കുന്ന കാലം ആരുടെ കീഴിലാണ്? റോമിൻ്റെ കീഴിലായതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഷ ഏതാണ്? ലത്തീൻ ഭാഷയാണ്. അതേസമയം ഗ്രീക്ക് കൾച്ചർ, യവന കൾച്ചർ ഉള്ള സമയമാണ്. അതുകൊണ്ട് എന്തും കൂടെ ഉണ്ടാവും ആ കാലത്തെ ഭാഷ? ഗ്രീക്ക് ഭാഷയും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് 2 ഭാഷയും അക്കാലഘട്ടത്തുണ്ട്. ആ 2 ഭാഷകളിലും ഈ വാക്കുണ്ട്, പൗലോസ് എന്നുള്ള വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ചെറിയതെന്നും ആണ്. അപ്പം അതുകൊണ്ട് ഈ കൊച്ചിനെ സ്കൂളിൽ ചേർത്തപ്പോൾ ഇട്ട പേരാണ് പൗലോസ്. ഇനി അദ്ദേഹത്തെ അവരുടെ യഹൂദ സമൂഹത്തിലോട്ട് കൊണ്ടുപോയപ്പം അവിടെ ഇട്ട പേരെന്താണ്? സാവൂള്. സാവൂൾ എന്നുള്ളത് ഹീബ്രു ഭാഷയിലെ പേരാണ്. സാവൂൾ എന്നുള്ളത് ഹീബ്രു ഭാഷയിലെ പേരാണ്. സാവൂൾ എന്നത് ഹീബ്രു ഭാഷയിലെ പേരാണ്, സാവൂൾ. ആ വാക്കിനും ഒരർത്ഥമുണ്ട്. അർത്ഥം ചോദിച്ചത്, പ്രാർത്ഥിച്ചത്, ദൈവത്തോട് ചോദിച്ചത്, ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്നൊക്കെ അർത്ഥത്തിലാണ് ആ വാക്കിൻ്റെ ഉപയോഗം. സാവൂള് എന്നുള്ളത് ഹീബ്രു ഭാഷയിലുള്ള നാമമാണ്. അത് മതപരമായിട്ടുള്ള നാമമാണ്. ആ വാക്കിൻ്റെ അർത്ഥം ചോദിച്ചത്, പ്രാർത്ഥിച്ചത് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല നമ്മൾ പറഞ്ഞല്ലോ മാനസാന്തരത്തിന് ശേഷമുള്ള പേരാണ് പൗലോസ്, മാനസാന്തരത്തിന് മുമ്പുള്ള പേരാണ് സാവൂൾ. അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പം അതെന്നെ അങ്ങനെ പറയുന്നത് എന്ന് അതുകൂടെ പറയാം. നേരത്തെ എല്ലാവരും
മാനസാന്തരത്തിന് മുമ്പ് ഈ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നത് സാവൂൾ 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 എന്നായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമില്ല, പുള്ളി ആർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? യഹൂദർക്ക് വേണ്ടിയിട്ടാ. യഹൂദനായിട്ട് യഹൂദർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആര്? സാവൂള്. മാനസാന്തരം വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാ പ്രവർത്തിച്ചത്? ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഒപ്പം വിജാതിയർക്ക് വേണ്ടിയിട്ടാണ്. വിജാതിയർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്? റോമാ സാമ്രാജ്യത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ് കൂടുതൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഞാൻ വചനത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനം 13:9 വായിച്ചു നോക്കിക്കേ. അപ്പസ്തോല പ്രവർത്തനം 13:9. അപ്പസ്തോല പ്രവർത്തനം 13:9. അപ്പസ്തോല പ്രവർത്തനം 13:9. അവിടെ എന്താ വായിക്കുന്നത്? പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ. പൗലോസ് എന്നുകൂടെ പേരുള്ള സാവൂളാകട്ടെ. എവിടെ കിട്ടിയോ? അപ്പൊ രണ്ടുപേരും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പൗലോസ് എന്നുകൂടെ പേരുള്ള സാവൂൾ. അപ്പൊ ആ കൊച്ചിന് രണ്ടുപേരും ഉണ്ടായിരുന്നു. ഉപയോഗത്തിൽ വന്നപ്പം പിന്നീട് പൗലോസ് ശ്ലീഹ ലേഖനങ്ങൾ എഴുതുമ്പോഴാണ് എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് പൗലോസ് 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 എന്ന്, സൗൾ എന്നല്ല കാണുന്നത്. അദ്ദേഹം കാരണം എഴുതുന്ന വിജാതീയ ദേശങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് വിജാതിയിലോട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേര് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഭരണാധികാരികൾക്കും അധികാരികൾക്കും വിജാതീയ ദേശങ്ങളിലുള്ള ആൾക്കാർക്കും ഒക്കെ മനസ്സിലാകും ഇദ്ദേഹം ഒരു റോമൻ ആള് തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ച്. മതപരമായിട്ടുള്ള ആ പേരിന് അപ്പുറത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനി അതേ സമയത്ത് സാവൂൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എസ്തപ്പാനോസിന്റെ മരണത്തിന്റെ സമയത്ത് സാവൂൾ എന്ന യുവാവിന്റെ പാദത്തെങ്കിൽ അവര് മേൽവസ്ത്രം അഴിച്ചു വെച്ചു, പുറംകുപ്പായം അഴിച്ചു വെച്ചു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനസാന്തരത്തിന് മുൻപ് മതവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചത്? സാവൂള് എന്ന് വിളിച്ചത്. അദ്ദേഹം തന്നെയാണ് 13-ാമത്തെ അധ്യായത്തിലോട്ട് വന്നപ്പം മാറ്റം വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എന്ത് ഉപയോഗിക്കുന്നത്? സാവൂൾ എന്നുകൂടി പേരുള്ള പൗലോസ്, അല്ലെങ്കിൽ പൗലോസ് എന്നുകൂടി പേരുള്ള സാവൂള് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിന് തൊട്ട് മുന്നേ സാവൂൾ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മാനസാന്തരം വിവരിക്കുന്നത് 9-ാമത്തെ അധ്യായത്തിലാണ്. അതിന് മുന്നിൽ 7-ാമത്തെ അധ്യായത്തിലാണ് സാവൂൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മാനസാന്തരം 9-ാമത്തെ അധ്യായത്തിലാണ് വിവരിക്കുന്നത്. അതിനുശേഷം വരുന്ന അധ്യായമാണ് 13-ാമത്തെ അധ്യായം. അവിടെ ഈ രണ്ടുപേരും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വ്യക്തമായോ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? രണ്ടെണ്ണം. ഇത് മാനസാന്തരത്തിന് മുൻപും ശേഷമുള്ള പേരാണോ? അങ്ങനെ പറയാവോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്തർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്? പണ്ടേ തന്നെ ഈ കുഞ്ഞുവാവയ്ക്ക് രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമായോ? ഇനി നമുക്ക് 8:30 വരെയാണ് ഇപ്പൊ സമയമുള്ളത്. 8:30ക്കാണ് നമുക്ക് നിർത്താൻ പറഞ്ഞിരിക്കുന്നത്. മടുത്തോ? എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് സ്റ്റഡി ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കാം. ഒന്ന് നേരെയൊക്കെ ഇരുന്ന് ഒരു നല്ല ശ്വാസമൊക്കെ എടുത്ത് എഴുന്നേറ്റ് നിൽക്കണോ? നിങ്ങൾക്ക് തുടർച്ചയായിട്ടിരിക്കുമ്പോൾ മടുപ്പുണ്ടോ എങ്കിൽ ആർക്കെങ്കിലും എഴുന്നേക്കണമെങ്കിൽ എഴുന്നേറ്റൊക്കെ നിന്നോണം കേട്ടോ. ഞാൻ പറഞ്ഞതൊന്നിരിക്കില്ല. നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ മാനിച്ചുകൊണ്ടും ആരോഗ്യസ്ഥിതിയൊക്കെ കണ്ടുകൊണ്ടും, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ അമ്മയെ എൻ്റെ നടുവാണെ കഴിച്ചിട്ട് മേലെ ഈ അച്ഛനോട്ട് നിർത്തുന്നുമില്ലെന്നൊന്നും ആരും പറഞ്ഞ് വിഷമിച്ചേക്കരുത്. നിങ്ങൾ എഴുന്നേറ്റോണം. അത് നോക്കിയും കണ്ടും ഒക്കെ ചെയ്തോണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കിയേക്കണം. ഇനി നമ്മൾ പിന്നെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഈ കുഞ്ഞുവാവ സ്കൂളിൽ പഠിച്ചപ്പം അത് ഗമാലിയേലിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. നമ്മളൊക്കെ പറയത്തില്ലേ ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാൻ സെൻറ്റ് ഡൊമിനിക് സാവിയോ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാൻ സെൻറ്റ് മേരീസ് UP സ്കൂളിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാനങ്ങ് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാൻ മുമ്പേ IIT-യിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ കാൺപൂർ IIT-യിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാൻ ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. ചിലർ പറയും ഞാൻ അങ്ങ് അമേരിക്കയിലാണ് പഠിച്ചത്. ഇല്ലേ? ഓരോരുത്തരും അവരുടെ സ്കൂളിനെ കുറിച്ച് പറയും. പൗലോസ് ശ്ലീഹായും വലിയ അഭിമാനിയായിരുന്നു പഠിച്ച സ്കൂളിനെ കുറിച്ച്.
നമുക്കെല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും നമ്മൾ പഠിച്ച സ്കൂളിനെ കുറിച്ച് അഭിമാനത്തോടെ പറയും. അത് അംഗൻവാടിയാണെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡായിട്ടേ പറയുള്ളൂ. പൗലോസ്ലിഹായും അത് തന്നെയായിരുന്നു. പറയുകയാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 22-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 22:3. അവൻ പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്, കിലിക്കിയായിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നികൃഷ്ടമായ ശിക്ഷണം ഞാൻ ചെയ്തു. ആയിക്കോട്ടെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ വാക്കൊന്നുകൂടെ വായിക്കാവോ? എന്ത് തരത്തിലുള്ള ശിക്ഷണമാണ് മേടിച്ചതെന്ന്? അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും പെട്ടെന്ന് വായിക്കുന്നതാണ്, ഞാൻ ഉൾപ്പെടെ പെട്ടെന്ന് പണ്ട് വായിച്ചുകൊണ്ടിരുന്നത്, നികൃഷ്ടമായ ശിക്ഷണം നേടിയെന്ന്. കാരണം നികൃഷ്ടജീവി പ്രയോഗമൊക്കെ നമുക്ക് നല്ല പരിചിതമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വായിക്കും നികൃഷ്ടമായ ശിക്ഷണം നേടിയെന്ന്. നിഷ്കൃഷ്ടമായ ശിക്ഷണം നേടിയെന്നാണ്. സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ ലോ എന്നാണ്. കൃത്യമായിട്ടുള്ള എന്നുള്ളതാണ്. നിഷ്കൃഷ്ടമായ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം പറയുകയാണ് ഞാൻ പഠിച്ചത് ഗമാലിയേലിൻ്റെ സ്കൂളിലാണ് എന്നാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന്. നമ്മൾ പറയുന്ന സോക്കോൾഡ് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഗുരുകുലത്തിലെ ഗുരുവിൻ്റെ പാദങ്ങളിലിരുന്ന് താഴെ ഇരുന്ന് പഠിക്കുന്ന പഴയ ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. എന്തായാലും ജെറുസലേമിൽ ഈ പൗലോസ്ലിഹ പഠിച്ചതും അത്തരത്തിലുള്ളൊരു ശൈലി ആയിരിക്കാം. റബ്ബിമാരുടെ സ്കൂളാണ്. പല സ്കൂളുകളുണ്ട് ജെറുസലേമിലും ഇതര സ്ഥലങ്ങളിലുമൊക്കെ റബ്ബിമാർ പഠിപ്പിക്കുന്ന. അതിലെ പ്രധാനപ്പെട്ട ഒരു റബ്ബിയാണ് ആര്? ഗമാലിയേൽ. വളരെ അറിയപ്പെടുന്ന മനുഷ്യനാണ്, നല്ല ഒന്നാന്തര മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് വിശേഷണമുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞ് കേൾപ്പിക്കാം. ഈ ഗമാലിയേലിനെ കുറിച്ച് നമ്മൾക്ക് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ നമ്മൾ കാണും, 5-ാമത്തെ അധ്യായത്തിൽ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ മിടുമിടുക്കനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കീഴിലാണ്. ഏത് സ്ഥലത്താണ് പഠിച്ചത്? ഈ നഗരത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് നഗരമാണിത്? എന്തോ ഈ നഗരത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് നഗരത്തിലാണ്? ജെറുസലേം. ഉത്തരം ജെറുസലേമാണ്. കാരണം ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ജെറുസലേമിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ജെറുസലേമിൽ വിചാരണയിടയിലാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ നഗരമാണ്. ഈ നഗരത്തിൽ നിന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും, ഏതാണ് ആ നഗരം? ആ നഗരം മറ്റൊന്നുമല്ല, ജെറുസലേമാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഗുരുവിൻ്റെ പേര് ഗമാലിയേൽ, പഠിച്ച സ്ഥലം ജെറുസലേം. ഇനിയിപ്പോൾ എന്നാ പഠിച്ചെന്നും കൂടെ അറിയണ്ടേ? എന്താ പഠിച്ചത്? പിതാക്കന്മാരുടെ നിയമം, അൻസെസ്റ്ററൽ ലോ. പിതാക്കന്മാരുടെ നിയമം. പിതാക്കന്മാരുടെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ സിസ്റ്റർ പറഞ്ഞത് ശരിയാ? തോറ. തോറയാണ്. തോറ. തോറ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഗ്രന്ഥി, നിയമപുസ്തകം. ഏതൊക്കെയാണ് തോറായിലെ പുസ്തകങ്ങൾ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യര്, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളെയാണ് നമ്മൾ തോറ എന്ന് വിളിക്കുന്നത്. തോറ. തോറ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം നിയമം എന്നാണ്. ഈ യഹൂദ സമൂഹത്തിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളെയാണ് പഞ്ചഗ്രന്ഥി, പെന്ററ്റുക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, പഞ്ചഗ്രന്ഥി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, നിയമപുസ്തകങ്ങൾ എന്ന് നമ്മൾ വിളിക്കും, തോറ എന്ന് ഹെബ്രായര് വിളിക്കുന്ന പുസ്തകം, നിയമപുസ്തകങ്ങൾ എന്ന് വിളിക്കും. നിയമത്തിലാണ് പൗലോസ്ലിഹ ബിരുദമെടുത്തത്. ചുരുക്കത്തിൽ പൗലോസ്ലിഹയെ കുറിച്ച് പറയാൻ പറ്റും, അദ്ദേഹം ഒരു വക്കീലാണ്. പൗലോസ്ലിഹ ഒരു വക്കീലാണ്. പൗലോസ്ലിഹ വക്കീലായതുകൊണ്ടാണ് സുന്ദരമായിട്ട് സംസാരിക്കാൻ സാധിച്ചത്. വക്കീലന്മാരുടെ പിടിച്ചു നിൽപ്പിന്റെ പ്രധാനപ്പെട്ട ആയുധം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാക്കാണ്, ഇല്ലേ? ബുദ്ധി വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വേണം. ബുദ്ധി ഉള്ളത് നാക്കിലൂടെ പ്രയോഗിച്ചാലല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ കേസ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പൗലോസ്ലിഹ നല്ല വക്കീൽ പണി പഠിച്ചതുകൊണ്ടാണ് നല്ലതുപോലെ സംസാരിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. കാരണം നിയമം പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും എഴുത്തുകളും ഒക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരൻ വക്കീൽ തന്നെയാണെന്നുള്ളത്. കാരണം എത്ര രസകരമായിട്ടാണെന്നറിയാവോ ഓരോ കാര്യങ്ങൾ സ്ഥാപിച്ചു വെക്കുന്നതേ. ചോദ്യത്തിനൊക്കെ ഉള്ള മറുപടി കുറിക്കുകൊള്ളുന്ന മറുപടിയുമാണ്. പിന്നീട് നമ്മൾ കാണും. പല എക്സാമ്പിളുകൾ ഞാൻ അവതരിപ്പിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഗമാലിയേലിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അതാണ് ഗുരുവിൻ്റെ പേര്. ജെറുസലേമാണ് സ്ഥലം. പഠിച്ചത് നിയമം ആണ്. വ്യക്തമായോ? ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഗമാലിയലിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഗമാലിയലിനെ കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 5:34 ഗമാലിയലിനെ കുറിച്ച് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 5:34 ഗമാലിയലിനെ കുറിച്ച് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 5:34. നിയമ ഉപദേഷ്ടാവും സകലരാലും ആദരിക്കപ്പെട്ടവനായിരുന്നു അവൻ. സകലർക്കും ആദരണീയനായവൻ. ഓർത്ത് നോക്കണേ, നിയമം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാള് സകലർക്കും ആദരണീയനായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാൻ ഹൂ ഈസ് റെസ്പെക്റ്റഡ് ബൈ ഓൾ ദ പീപ്പിൾ. എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഓർത്ത് നോക്കിക്കേ, നമ്മൾ എത്ര മര്യാദയ്ക്ക് ജീവിച്ചാലും നമ്മളെക്കുറിച്ച് അവരും അതും ഇതും ഒക്കെ പറയും. അന്നേരം ഒരാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകലരാലും ആദരിക്കപ്പെട്ട ഒരു മനുഷ്യൻ. എത്രയോ നല്ലവനായതുകൊണ്ടാണ്, അല്ലേ? അപ്പം അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിശേഷണം, സകലരാലും ആദരിക്കപ്പെട്ടവൻ. ഇനി രണ്ടാമത് അടുത്തതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പറഞ്ഞു പൗലോസ്ലിഹ വക്കീലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പഠിച്ചതാണ്. പൗലോസ്ലിഹായ്ക്ക് ഒരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈത്തൊഴിൽ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂടാരപ്പണിയായിരുന്നു. കൂടാരപ്പണിക്കാരനായിരുന്നു അദ്ദേഹം. അപ്പസ്തോല പ്രവർത്തനം 18:3. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 18:3. അവിടെ നമ്മൾ വായിക്കും, അദ്ദേഹം കൂടാരപ്പണി ചെയ്തിരുന്നു. വായിക്കാം നമുക്ക്. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരോട് കൂടെ താമസിക്കുകയും ഒന്നിച്ചു ജോലി ചെയ്യുകയും ചെയ്തു. കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി. പൗലോസ്ലിഹ കോറിന്തോസിലെ എത്തുന്നതിനെ കുറിച്ചാണ് ഈ വചനഭാഗം. പൗലോസ്ലിഹ കോറിന്തോസിലെത്തിയപ്പോഴേ അവിടെ അദ്ദേഹത്തിന് പരിചയമുള്ള 2 പേര് ഉണ്ടായിരുന്നു. അത് അക്വിലായും പ്രിസ്കില്ലായുമായിരുന്നു. അവർ കൂടാരപ്പണിക്കാരായിരുന്നു. അവരുടെ കൂടെ പൗലോസ്ലിഹായും ചേർന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി കൂടാരപ്പണിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് കൂടാരപ്പണി? അല്ലെങ്കിൽ എന്തിനാണ് ഈ കൂടാരങ്ങൾ നിർമ്മിച്ചിരുന്നത്? പൗലോസ്ലിഹ ഒരു എഞ്ചിനീയറും കൂടെയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന, കൂടാരപ്പണി ചെയ്യുന്ന നല്ല ഒരു എഞ്ചിനീയറും കൂടെയാണ്. കൂടാതെ തന്നെ കൂടാരത്തിന് അന്നത്തെ കാലത്ത് ഇതുപോലെ ടെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ തയ്യൽ പണിയും കൂടെ പഠിക്കണം. അദ്ദേഹം നല്ലൊരു ടൈലറും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പൗലോസ്ലിഹ നല്ല പ്രസംഗകനാണ്, ടൈലറാണ്, അഡ്വക്കേറ്റാണ്. എന്തൊക്കെ വിശേഷണങ്ങൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കൂടാരപ്പണിയായിരുന്നു. കൂടാരപ്പണി അന്നത്തെ കാലത്തെ പ്രത്യേകതയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ടെൻറ്റുകൾ കെട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് യഹൂദരുടെ തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവർക്ക് തിരുനാൾ തന്നെയുണ്ട്. കൂടാര തിരുനാൾ. പ്രത്യേകിച്ച് യഹൂദരെ ഈ തിരുനാളുകൾക്ക് വേണ്ടിയിട്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും യാത്രയായിട്ട് വരുമ്പോൾ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് യാത്ര ചെയ്ത് വരാൻ പറ്റില്ല. പല ദിവസങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പം പല സ്ഥലങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് വലിയ ടെൻറ്റുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. മക്കയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടെൻറ്റുകൾ അടിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒളിമ്പിക്സ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ടെൻറ്റുകൾ അടിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ലോക യുവജന ദിനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ടെൻറ്റുകൾ അടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ യഹൂദജനം അവരുടെ തിരുനാളുകൾക്ക് വരുമ്പോൾ തിരുനാളുകൾക്ക് വരുമ്പം കെട്ടിയോളെയും പിള്ളേരെയും കൊണ്ട് മാത്രമാണോ വരുന്നത്? അല്ല, ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെയും കൊണ്ടാണ് വരുന്നത്. അവയ്ക്കുമുള്ള ഉൾപ്പെടെയുള്ള ടെൻറ്റുകൾ വേണം അവർക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ടെൻറ്റുകൾ ധാരാളം ഫീസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ജെറുസലേമിലേക്ക് വർഷത്തിൽ പല പ്രാവശ്യം വരുമായിരുന്നു. പ്രധാനമായിട്ടും 3 തിരുനാളിന് വരണം. കൂടാതെ മറ്റ് തിരുനാളുകൾക്കും ഇവർ അവിടേക്ക് വരുന്ന പതിവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടാരപ്പണി അവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ ഈ കൂടാരപ്പണിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ടെൻറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ കൂടാരപ്പണി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജോലി. പൗലോസ്ലിഹ പറയുന്നുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ
നിങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രമൊന്നുമല്ല ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ടല്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം കൂടാരപ്പണിക്ക് പോയി. ഞാനൊരിക്കലും ഇങ്ങനെ ഒരിടത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരാൾ എന്നോട് ചോദിച്ചു, അല്ലച്ചാ അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വേറെ പണിക്കൂടെ പൊക്കോട്ടെ എന്ന്. പൗലോസ്ലീഹ കണ്ടില്ലേ ഈ പ്രസംഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തിനു പോയെന്ന്? കൂടാരപ്പണിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു ആഗ്രഹമൊക്കെ നല്ലതാണ്. അങ്ങനെ ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രൊഫഷനായിട്ട് വേറെ പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ പോകാനായിട്ട് അവർക്ക് അനുവാദമില്ല. നമ്മുടെ അച്ഛന്മാരെ കുറിച്ച് അറിയാലോ, അച്ഛന്മാരുടെ തൊഴിൽ എന്താണ് എന്ന് കോളം പൂരിപ്പിക്കുന്നിടത്ത് പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവവിചാരം എന്ന് തന്നെയാണ്. ദൈവവിചാരമാണ്. അച്ഛന് വേറെ ഒരു വിചാരവും വേണ്ട, ദൈവവിചാരം. അതിന് തന്നെ ആവശ്യത്തിന് പണിയുണ്ട് അവിടെ. ഇപ്പം ദൈവവിചാരമാണ് അച്ഛൻ്റെ പ്രൊഫഷൻ. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചേ കയറി. തീർച്ചയായിട്ടും കേട്ടോ, ദൈവവിചാരമാണ്, അതാണ് ചെയ്യേണ്ടത്. മറ്റ് പ്രൊഫഷൻ അതുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കാത്തത്. പിന്നെ അധ്യാപനമൊക്കെ ഈ ദൈവ വചനത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതുവഴിയായിട്ട് നമ്മുടെ പ്രസൻസ് വഴിയായിട്ടുള്ള ദൈവ സാന്നിധ്യവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. അല്ലാതെ അത് മാത്രമല്ല. പൗലോസ്ലീഹ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പത്രോസിനാണെങ്കിൽ അമ്മായിമ ഉണ്ടായിരുന്നു. കലശലായ പനി ബാധിച്ചതിൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. പൗലോസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒറ്റയാനായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ചിലയിടത്തൊക്കെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പറയും കല്യാണം കഴിക്കാത്തതിൻ്റെ കേടുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? പൗലോസ്ലീഹ അവിവാഹിതനാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു തെളിവ് നമുക്കുള്ളത് 1 കൊറിന്തോസ് 7:8. 1 കൊറിന്തോസ് 7:8. അപ്പോസ്തല പ്രവർത്തനം 1 കൊറിന്തോസിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവിവാഹിതരോട് അല്ലെങ്കിൽ കന്യകളോട് ഞാൻ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിവാഹിതനാണ് എന്നുള്ളത്. 1 കൊറിന്തോസ് 7:8. 1 കൊറിന്തോസ് 7:8 അവിവാഹിതനാണ് എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ ഒരിക്കലും നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല അദ്ദേഹം വിവാഹിതനാണെന്നോ കുടുംബം ഉണ്ടെന്നോ ഒന്നും നമ്മൾ ഒരിടത്തും വായിക്കുന്നുമില്ല. അതുമല്ല, ഓർത്ത് നോക്കിക്കോണേ, ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നെ വീട്ടിൽ പോകുന്ന കഥ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. കുടുംബമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇച്ചിരിയിലും മര്യാദയൊക്കെ കാണിക്കണ്ടായിരുന്നു. ഇടയ്ക്ക് പോയി അവിടെ നിന്ന് പോയി സന്ദർശിച്ചിട്ട് വന്നതിലൊക്കെ പരാമർശം കണ്ടേനെ. ഇതൊന്നുമില്ല, ഒരൊറ്റ പോകാം അങ്ങോട്ട്. നമ്മൾ പിന്നീട് ചരിത്രം പറയുമ്പോൾ പറയും അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്നാണ്. വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം മതമർദ്ദകനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മതമർദ്ദകനായിരുന്നു എന്നുള്ളതാണ് അല്ലേ പറഞ്ഞു. അതിൻ്റെ തെളിവ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനം 9:1-2. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ. എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, അദ്ദേഹം ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ പിടിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ. ക്രിസ്തു മാർഗം. ക്രിസ്ത്യാനികളെ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ക്രിസ്തു മാർഗം. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ.
നമ്മളെ ആദ്യകാലത്ത് വിളിച്ചിരുന്ന പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു മാർഗം സ്വീകരിച്ചിരുന്ന മാർഗവാസികൾ എന്നാണ് നമ്മളെ വിളിച്ചിരുന്നത്. ക്രിസ്തു മാർഗം സ്വീകരിച്ചിരുന്നവര്, മാർഗം, ദ വേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു മാർഗത്തിൽ ചരിച്ചവരെന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ ദ വേ എന്നും നമ്മൾ പറയും. ആരാണ് വേ? ആരാണ് വഴി? ആരാ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അങ്ങനെ പറഞ്ഞവന്റെ മക്കളാണ്. അതുകൊണ്ടാണ് നമ്മളെ എന്തെന്ന് വിളിക്കുന്നത്? വഴി. തോമാശ്ലീഹ ഇവിടെ വന്നപ്പോൾ നമുക്ക് നൽകിയ വഴിയുടെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത് തോമ മാർഗം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അതുപോലെയാണ് ക്രിസ്തു മാർഗം, ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ എന്നാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ്. അതായത് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവര്, ക്രിസ്തുവിനെ ദൈവമായി രക്ഷകനായി കരുതി മുന്നോട്ട് പോകുന്നവര്, അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവർ. നമ്മൾ കാണുന്നുണ്ട് പിന്നീട് നമുക്ക് അന്ത്യോക്യായിൽ വെച്ച ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് കിട്ടുന്നത്. അതും അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ നമ്മൾ കാണും. ക്രിസ്ത്യാനികൾ എന്നുള്ളത് നമുക്ക് പേര് കിട്ടുന്നത് പിന്നീടാണ് എന്നുള്ളത്. അതുവരെ നമ്മൾ വിളിക്കപ്പെട്ടിരുന്നത് മാർഗവാസികൾ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവർ എന്നായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, ഞാൻ പിന്നീട് പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13 വരുമ്പോൾ നമ്മൾ കാണും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ബിലോങ് ടു ദ വേ, വഴിയോട് ബന്ധപ്പെട്ടവര്, ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്തു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന്റെ ജോലി ബന്ധനസ്ഥരാക്കി എന്നുള്ളതാ. ലീഗലൈസ്ഡ് പെർസിക്യൂഷൻ ആയിരുന്നു. ചുമ്മാ ഒരു ദിവസം കാലത്തെ തോന്നി എന്നാ പിന്നെ അങ്ങനെ പോകുന്നവരെ പിടിച്ചു കിട്ടിയേക്കാം, അങ്ങനെയാണോ? അല്ല, അല്ലെന്ന്. ലീഗലൈസ്ഡാ, വിത്ത് പെർമിഷൻ. ചുമ്മാ ഒന്നും അങ്ങനെ തരികട കാണിക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ പൗലോസ്. ചെയ്യുകയാണെങ്കിൽ എല്ലാം ലീഗലാ, വിത്ത് പെർമിഷൻ. പീഡനം പോലും വിത്ത് പെർമിഷൻ. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. കണ്ടോ? അങ്ങനെ അധികാരപത്രം മേടിച്ചോണ്ട് എന്തോ അറസ്റ്റ് വാറന്റ്, അവരെ പിടിച്ചു കെട്ടാനുള്ള അനുവാദപത്രമൊക്കെ വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. അങ്ങനെയാണ് നമ്മൾ പൗലോസിനെ കാണുന്നത്. അദ്ദേഹം ഒരു പെർസിക്യൂട്ടറാണ്, അല്ലെങ്കിൽ മതമർദ്ദകനാണ് എന്നുള്ളത്. ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ മർദ്ദിക്കുന്നവനാണ് എന്നുള്ളത്. നമ്മൾ പൗലോസിന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്തെയായിരുന്നു ഇത്രയും സമയം അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇനി നമ്മളുടെ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങും. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയൊക്കെ ഒന്ന് എടുക്കണം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാല ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഏകദേശമൊക്കെ മനസ്സിലായോ? എന്തോ സാമാന്യം കുഴപ്പമില്ലാത്ത ആളാണ്, അതുകൊണ്ട് നമുക്ക് തരക്കേടില്ലാതെയൊക്കെ മനസ്സിലാവണം. ഇനി എന്തോ ഒരു പരാമർശങ്ങളൊന്നും നമുക്ക് പിന്നീടില്ല. പൗലോസിന്റെ ഒരു ബന്ധുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. പൗലോസിനെ അവർ വധിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്നൊരു ബന്ധു അദ്ദേഹത്തെ അറിയിക്കുന്നതായിട്ട് ഒരു പരാമർശം അപ്പസ്തോല പ്രവർത്തനത്തിലുണ്ട്. എന്തോ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും താർസൂസിലായിരിക്കും അവര്. അദ്ദേഹം മെൽക്കിസെദക്കിനെ പോലെ അല്ലാത്തത് കൊണ്ട്, മെൽക്കിസെദക്കിന്റെ കാര്യം അറിയാലോ, അദ്ദേഹത്തിന് ആദ്യം അന്തോ ഇല്ല, ഇവിടെ നിന്ന് അറിയത്തില്ല, മാതാപിതാക്കളൊന്നും ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. പൗലോസിന്റെ കാര്യത്തിൽ എന്തായാലും താർസോസിൽ ജനിച്ചു, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾക്ക് അറിയത്തില്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെ പറയും, ഇല്ലേ? യാക്കോബിന്റെ സുവിശേഷത്തിൽ പരാമർശമുണ്ട്. പൗലോസിന്റെ വീട്ടുകാരെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പിന്നെ തീർച്ചയായിട്ടും നമുക്കല്ലാത്ത പരാമർശങ്ങളൊന്നും അവരെവിടുത്തുകാരെന്നോ എങ്ങനെയെന്ന്, രണ്ടുപേരും യഹൂദരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പറയുന്നുണ്ടല്ലോ. ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, രണ്ടുപേരും യഹൂദരായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് അനുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നും ഇല്ല. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടവേളയ്ക്കായിട്ട് പിരിയാം. എങ്ങനെയാണ് ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുമ്പ്
പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താണ് സാധാരണ ചെയ്യുന്നത്? ഇല്ല. നമുക്ക് പൗലോസ്ലീഹായുടെ ആശംസയോടുകൂടി പിരിയാം. എല്ലാവർക്കും ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.